ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മൂന്നാർ സീരീസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ടോപ്പ് സ്റ്റേഷനാണ്, വ്യൂ പോയിൻ്റ് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് വട്ടവടയിൽ നിന്ന് മൂന്നാർക്ക് പോവാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടെ ബ്ലോക്കാണല്ലോ, ഇവിടെ വണ്ടികളൊക്കെ ഒരുപാട് ഇങ്ങനെ പാർക്ക് ചെയ്തേക്കുന്ന പറഞ്ഞേ ഈ ട്രാൻസ്പോർട്ടേഴ്സിന് പെട്ടെന്ന് വളച്ച് പോകാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ വട്ടവടയിലെ കാഴ്ചകളൊക്കെ കവർ ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് കാണാൻ താല്പര്യമുള്ളവരൊന്ന് കയറി കാണാം. അതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ അതായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ പോകുന്നത് വട്ടവടയിൽ നിന്ന് നേരെ മൂന്നാർക്കാണ്. മൂന്നാർ ചെന്നിട്ട് അവിടെ നിന്ന് മറയൂർ, കാന്തല്ലൂർ പോകാനാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഇപ്പോൾ സമയം വെച്ചാൽ 2 മണി ആയിട്ടുണ്ട്. ഇവിടുന്ന് ഒരു മണിക്കൂറില്ല യാത്രയുണ്ട്. അപ്പോൾ നമ്മുടെ മൂന്നാർ സീരീസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാർ ചെന്നിട്ട് മറയൂർ, കാന്തല്ലൂർ പോകാമെന്നുള്ളതാണ്. അപ്പോൾ മൂന്നാർ ചെന്നിട്ട് അത് ഞാൻ ഫൈനലൈസ് ചെയ്യത്തുള്ളൂ. അതിൻ്റെ ടൈമൊക്കെ നോക്കിയിട്ട് അങ്ങോട്ടുള്ള പോക്ക് നമുക്ക് സന്ധിക്കുമ്പോൾ ചെല്ലണമല്ലേ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇനി വണ്ടി നിർത്താൻ പോകുന്നില്ല, നേരെ മൂന്നാർക്ക് പോവുകയാണ്. കാരണം നമ്മൾ ഇതിന് തൊട്ട് മുമ്പത്തേൻ്റെ വീഡിയോ, അതായത് കഴിഞ്ഞ വീഡിയോ വട്ടവടയിലെ കാഴ്ചകൾ, അതിന് മുമ്പത്തത് മൂന്നാറിൽ നിന്ന് വട്ടവട വരുന്ന കാഴ്ചകളൊക്കെ ഇറങ്ങിയതായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ മൂന്നാറിൽ നിന്ന് വട്ടവട വരെയുള്ള അത്യാവശ്യം എല്ലാ കാഴ്ചകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണത്തിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണണേ. പിന്നെ അത് കുറേ മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട് അതിൽ. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇനി വണ്ടി നിർത്തുന്നില്ല, നേരെ മൂന്നാർക്ക് ചെന്നിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഭാഗ്യത്തിന് എവിടെയെങ്കിലും ആനിമൽ സൈറ്റിങ്സ്, അതായത് പോകുന്ന വഴിക്കായിട്ട് കുറേ സ്ഥലത്ത് പുൽമേടുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചിലപ്പോഴൊക്കെ ആനകളൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉള്ളതാണ്. അതായത് പുല്ലൊക്കെ ഉള്ളവരെ മേയാൻ വേണ്ടിയൊക്കെ ചില സമയത്തൊക്കെ കാണാം. അത് താഴെയാണ്, ഈ ചരിവിലൊക്കെ ആയിട്ടൊക്കെ, റോഡിലല്ല. അപ്പം അത് കാണാൻ കിട്ടാൻ ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രം നമ്മളൊന്ന് ജസ്റ്റ് നിർത്തും, ഇല്ലെങ്കിൽ നമ്മൾ നിർത്തുന്നില്ല. പിന്നെ അതുമല്ല, കോടതെ കുഴപ്പമില്ലാതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. റോഡിലോട്ട് വലിയ കുഴപ്പമില്ല. അതല്ല, നമ്മൾ ഈ ചരിവിലോട്ടൊക്കെ, മലചരിവിലോട്ടൊക്കെ നോക്കാമെങ്കിൽ അത്യാവശ്യം നല്ലപോലെ കോടയുണ്ട്. അപ്പോൾ മൂന്നാർ ചെല്ലട്ടെ, എന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഞാൻ വട്ടവടയിൽ നിന്ന് മൂന്നാർ ടൗണിലെത്തിയിട്ട് നമ്മുടെ മറയൂർ, കാന്തല്ലൂർ റൂട്ടിലോട്ട് കയറിയിട്ടുണ്ട്. മറയൂരിന് ഇവിടുന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ ഉണ്ട്. പിന്നെ കാന്തല്ലൂർ ഇവിടുന്ന് 50 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മറയൂർ എത്തുന്നതിന് മുമ്പേ റൈറ്റ് കയറി കഴിഞ്ഞാൽ കോവിൽക്കടവ് അങ്ങനെ വഴി കയറിയിട്ട് നമുക്ക് കാന്തല്ലൂർ പോകാം. അപ്പോൾ ഞാൻ അങ്ങനെ പോകുന്നില്ല. എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ മറയൂർ ചെന്നിട്ട് അവിടുന്ന് 10-14 കിലോമീറ്റർ ഉണ്ട് കാന്തല്ലൂർക്ക്. അതായത് നമ്മൾ കുറച്ച് അങ്ങോട്ട് പോയിട്ട് തിരിച്ച് വരത്തക്ക രീതിയിൽ വേറെ ഡയറക്ഷനോട്ട് പോകണം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എന്നിട്ട് തിരിച്ച് കാന്തല്ലൂരിൽ നിന്ന് വരുമ്പം തിരിച്ച് കോവിൽക്കടവ് വഴി വരാമെന്ന് വിചാരിച്ചാണ്. അപ്പം ഇന്നിപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇവിടുന്ന് കാന്തല്ലൂർ വരെ എന്തൊക്കെ കാഴ്ചകളുണ്ടോ അതൊക്കെ കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവിടെ മറ്റേ വരയാടുകളുടെ സ്ഥലമുണ്ടല്ലോ, അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അവിടെ ഇപ്പം കയറുന്നില്ല. അവിടെ ഇരവികുളം നാഷണൽ പാർക്ക്, അത് തന്നെ, അവിടെ ഞാൻ കയറുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോകാൻ താല്പര്യം രാവിലെയാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ, അതുപോലെ നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും കയറി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഞാൻ മൂന്നാർ വന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ടൊക്കെ പോകേണ്ടി വരും. ഇവിടുന്ന് എന്തൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് എന്തായാലും ഇങ്ങനെ ചോദിച്ച് പോകും. ഇവിടെ ഇപ്പോൾ ബോർഡ് കണ്ടായിരുന്നു, ഇരവികുളം നാഷണൽ പാർക്ക് വെൽക്കം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എത്തിയെന്ന് തോന്നുന്നത്. വണ്ടികളൊക്കെ കിടപ്പുണ്ട്. ഇത് തന്നെ. പക്ഷേ നമ്മളിപ്പോൾ കയറുന്നില്ല. റോഡ് നല്ല സൂപ്പർ റോഡാണ്, പക്ഷെ വീതി കുറവാന്നേ ഉള്ളൂ. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നൈസായിട്ട് വിട്ട് പോവാം. പിന്നെ ഈ വളവും തിരിവുമൊക്കെ ആയതേ ഉള്ളൂ. നമ്മൾ ഉദ്ദേശിച്ച പോലെ നോക്കുമ്പോഴത്തേക്കും 50 കിലോമീറ്ററേ ഉള്ളൂ, പെട്ടെന്ന് ഇല്ലെന്ന് വിചാരിക്കും. പക്ഷേ അത്യാവശ്യം നല്ല വളവും തിരിവൊക്കെ ഉള്ള വഴിയാണ്.
ഇതേ അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റാണ്. ഇത് അവിടെ നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ തേയിലത്തോട്ടം കാണാൻ നല്ല ഭംഗി. താഴെ എന്തോ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് തോന്നുന്നു. സൗണ്ട് കേൾക്കാം, പക്ഷെ കാണാൻ പറ്റുന്നില്ല ഇവിടെ ഇങ്ങനെ. പക്ഷേ ഇവിടെ വണ്ടികളൊന്നും നിർത്താൻ പറ്റത്തില്ല, കാർ നിർത്താൻ പറ്റത്തില്ല, ബൈക്കൊക്കെ നിർത്താനുള്ളൊരു ചെറിയ സ്ഥലമുണ്ട്. ഞാനത് കണ്ടപ്പം ഒന്ന് നിർത്തിയത്, നല്ല രസമുണ്ട്. എനിക്കത് ആ പാറയെ കാണുന്നില്ലേ, അതിൻ്റെ അവിടെ ഇവിടെ കാണാൻ തോന്നുന്നു. വെള്ളച്ചാട്ടത്തിന് സൗണ്ട് കേൾക്കുന്നു. ഓ, കോട അവിടെ നിന്ന് ഇറങ്ങുന്ന നോക്കിയേ, പെട്ടെന്ന് പോവാം. ഇത് ഞാമക്കാട് എന്ന് പറഞ്ഞ ബ്രിഡ്ജാണ്. ഇവിടെ നമുക്ക് അങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ ദേ പാലം ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് ഇത് കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ്. വെള്ളം ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു. പാറകളൊക്കെ നോക്കിയാൽ എന്ത് വല്ല ഉരുളൻ കല്ലുകളല്ലേ, വലിയ ഉരുളൻ കല്ലുകൾ. അതിനങ്ങ് പുറകിലായിട്ട് തേയിലത്തോട്ടങ്ങളാണ്. കോടയൊക്കെ അവിടെ ഇങ്ങനെ ഇറങ്ങിയൊക്കെ നല്ലതുപോലെ കാണാം. സൗണ്ട് കേട്ടോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയത്, അപ്പോഴേ ഇത് കണ്ടത്. പക്ഷേ വെള്ളം കൂടി ഉണ്ടാകാൻ അടിപൊളിയായിരുന്നു. ഞാനിപ്പോൾ ഓടിച്ച് ലക്കം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അവിടെ നിന്നൊരു അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഇതിലെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാറിൽ നിന്ന് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലക്കം വരെ ലക്കം എത്തുമ്പോഴാണ് ഒരു ജംഗ്ഷനുള്ളത്. അതായത് 3-4 കടകളുള്ള ജംഗ്ഷൻ. അതിനിടയ്ക്ക് നമ്മൾ കുറച്ചുകൂടെ കോട കണ്ടില്ലായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഒരു കോട തുടങ്ങിയിട്ട് ഈ ലക്കം എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ ഒരു വഹ കാണാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാൻ, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്കുള്ള കാഴ്ചകളൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കോടയായിരുന്നു. പിന്നെ വെച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് നല്ല മനോഹരമായ വെച്ചാൽ തേയിലത്തോട്ടങ്ങൾ തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ഉള്ള തേയിലത്തോട്ടങ്ങളുണ്ടായിരുന്നു. മറ്റേ ഇടയ്ക്ക് കോടയിലേക്ക് മാറുമ്പോൾ നൈസായിട്ട് കാണാമല്ലോ. പക്ഷേ അന്നേരം നമുക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അത്ര ഇതായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ. അതിന് നാളെ തിരിച്ചു പോകുമ്പം അതൊന്നും എടുക്കണം. നല്ല രസമുണ്ടായിരുന്നു ആ തേയിലത്തോട്ടങ്ങൾ കാണാൻ. അത് ശരിക്കും മിസ്സായി. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മളെ തേയിലത്തോട്ടത്തിൻ്റെ ഒരു എസ്റ്റേറ്റാണ്. ആ തേയിലത്തോട്ടത്തിനോട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ കടകൾ കുറേ കിലോമീറ്ററുകളോളം ഇല്ല. പക്ഷേ റോഡ് സൈഡിൽ കാണാൻ ചെറിയ കടകൾ പോലും ഇല്ല. കുറേ സ്ഥലങ്ങളിൽ കടകളുടെ ഇതുണ്ട്, ഷെഡ് പോലെ കെട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് കച്ചവടം കാര്യങ്ങളൊന്നുമില്ല. 1000 ഒറ്റ കടകളിൽ. പിന്നെ നമ്മൾ ആ തേയിലത്തോട്ടം കഴിഞ്ഞ് കുറച്ച് വരാൻ നേരത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ ആയിട്ട് കുറച്ച് കടകളൊക്കെ കാണാം. അതല്ലാതെ ആ ഒരു തേയിലത്തോട്ടത്തിനിടയ്ക്ക് ഒറ്റ കടകളില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ ലക്കം എത്തിയപ്പോഴാണ് ഇവിടെ നിർത്തി കുറച്ച് നേരം ഇവിടെ ചായ കുടിച്ച്. ഇടയ്ക്ക് നിർത്തിയില്ലായിരുന്നു, കാരണം കോടയായത് കാരണം അവിടെ അധികം നിന്നില്ല. പിന്നെ ഈ താഴെ ഇറങ്ങി ലക്കം എത്തിയപ്പോഴാണ് ഒന്ന് നിർത്തി കടയിൽ കയറി ചായ കുടിച്ചത്. ഇപ്പോൾ തൊട്ടപ്പുറത്ത് ലക്കം വാട്ടർഫോൾസ് ഉണ്ട്. നമുക്കിനി അവിടെ പോയി, ഇവിടെ അടുത്തെങ്ങണ്ടാന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നിർത്താം. ഇത് അവിടെ റോഡ് കണ്ട, നമ്മൾ പോകേണ്ട വഴിയായിരിക്കണം തോന്നുന്നത്. ഇവിടെ ഞാൻ തേയിലത്തോട്ടം കണ്ടിട്ട് നിർത്തിയതാണ്. അങ്ങ് ദൂരമായിട്ട് കോട ഇറങ്ങിയേക്കുന്നുണ്ട്. ഇവിടെ നല്ല മനോഹരമായ തേയിലത്തോട്ടങ്ങളാണ്. പക്ഷേ ഇതുപോലെ അല്ലായിരുന്നു അവിടെ കേട്ടോ. അവിടെ നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളായിരുന്നു. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ എന്തായാലും അതിൻ്റെ കുറച്ച് വിഷ്വൽസ് എടുക്കണം. ഇത് ആ കാണുന്ന വഴിയാണ് നമ്മൾ വന്നത്. ഇവിടെ കുറേ കുരങ്ങന്മാരിരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് ലക്കം വാട്ടർഫോൾസ്. പക്ഷേ ഇവിടെ വെള്ളം കുറവാണ്. പക്ഷെ ആ ഒരു ഭാഗത്തായിട്ട് കണ്ടേ, അവിടെ നല്ല വെള്ളമുണ്ട്. ഇവിടെ ഈ പറഞ്ഞ പാറകൾ നോക്കിയാൽ അപ്പം വെള്ളം ഇവിടെ മഴ കുറവാണെന്ന് തോന്നുന്നു. ഇവിടെ അല്ല, നമ്മുടെ നാട്ടിലാണെങ്കിലും മഴ കുറവാണല്ലോ, അതിൻ്റേതായ ഒരു ഇതുണ്ട്. പക്ഷെ ആ ഭാഗത്ത് പോകാൻ പറ്റുമായിരുന്നു. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അവിടെ നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട്. ഇങ്ങനെ ഒഴുകി ഒഴുകി പോവുക. ഇത് പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡാണ്. പക്ഷേ നല്ല വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു. ഈ കുരങ്ങനൊക്കെ ഉണ്ട്, ഒരു മീശ ഉള്ളത് പോലെ ഉണ്ട്. ആ ചുണ്ടിൻ്റെ ഭാഗത്ത് കറുത്തിരിക്കുന്നു. 3 പേരും കൊണ്ട് ഇരിക്കുക. ഹായ്, ഇല്ല അനക്കമില്ല. ഫോറസ്റ്റ് സ്റ്റേഷൻ ചട്ടമൂന്നാർ. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന പാലം അതാ. ഇവിടുന്ന് ഞാൻ ദൂരെ ഇത് കാണിച്ചില്ലായിരുന്നു, വെള്ളച്ചാട്ടം. അങ്ങോട്ടേക്ക് വരാം, പക്ഷേ ടിക്കറ്റ് എടുത്ത് വേണം വരാൻ. 50 രൂപ പാസ്. വാട്ടർ മേ റൈസ് അറ്റ് എനി ടൈം, ബി കെയർഫുൾ. ഇവിടെ ആളുകൾക്ക് കുളിക്കാൻ കേട്ടോ. നിറയെ കുളിക്കുന്നുണ്ട്. നമ്മളന്നേരം കുളിക്കാനൊന്നും സാഹചര്യം വരാതെ കാരണം അങ്ങോട്ട് പോകത്തില്ല. വെള്ളക്കുറവായതാണ് ഇതിൽ ഇറങ്ങി അങ്ങോട്ട് പോവാം. ഇതാണ് വാട്ടർഫോൾസിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇതിങ്ങനെ ഒഴുകി 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 ഇങ്ങോട്ട് പോകും. പാറയുടെയൊക്കെ വലിപ്പം നോക്കണേ. ഇപ്പം അവിടെ കയറ് കെട്ടിയപ്പോൾ മുകളിൽ നിന്ന് കയറാതിരിക്കാനുണ്ട്. 50 രൂപ എടുത്ത് കയറുന്നവർ മുതലാക്കണമെങ്കിൽ ഇതിൽ കുളിച്ചാൽ മാത്രമേ മുതലാകത്തുള്ളൂ, അല്ലെങ്കിൽ 50 രൂപ വെറുതെ പോകും. അല്ല വെച്ചാൽ കാഴ്ചയുണ്ട്, നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ വാട്ടർഫോളാണ്. പക്ഷേ 50 രൂപ വെച്ച് കുളിക്കുവാണെങ്കിൽ നമുക്കത് മുതലാക്കാം. നല്ല അടിപൊളി വ്യൂ അല്ലേ. വാട്ടർഫോളിൻ്റെ ഇപ്പുറത്തോട്ട് ഫോറസ്റ്റാണ്.
ഇവിടെ പിന്നെ ആന പ്രശ്നമൊന്നും ഇല്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം ലക്കം വാട്ടർഫോൾസിന് അവിടെ ഞാൻ ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ മറയൂരിലേക്ക് പോവാണ്. അപ്പം പോകുന്ന വഴിക്ക് കാട്ടുപോത്തിനെ പുള്ളിമാനെയൊക്കെ കാണാൻ പറ്റുമെന്നാണ് ഞാൻ ഇതിനിപ്പോൾ ചായ കുടിച്ച കടയിലെ ചേട്ടനും പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ഫോറസ്റ്റ് ഓഫീസർ അവിടെ ചോദിച്ചപ്പോഴും പറഞ്ഞത്. അപ്പോൾ ഞാൻ ചായ കുടിച്ച അവിടുത്തെ ചേട്ടനോട് ചോദിച്ചപ്പോൾ റോഡിലേക്ക് ഇറങ്ങി വെച്ചപ്പോൾ റോഡിൽ ഇറങ്ങത്തില്ല, അവിടെ എന്ത് വേലി കണ്ട് തിരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് റോഡിലോട്ട് ഇറങ്ങത്തില്ല. പക്ഷേ അപ്പുറത്തായിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്, അത് എപ്പോഴും കാണാൻ പറ്റുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേതിലും നന്ദി, നമുക്ക് അതെങ്കിലും ഒന്ന് കാണാൻ പറ്റിയാൽ മതി. ഇനി ഞാൻ ചെല്ലുമ്പോഴത്തേക്കും ഇന്നിനി കാട്ടുപോത്തിൽ വരാതിരിക്കുമോ, അതാണൊരു പേടി. നമ്മളൊന്നെങ്കിൽ ചിലപ്പോൾ ഇന്ന് മറയൂർ സ്റ്റേ അടിച്ചിട്ട് രാവിലെ കാന്തല്ലൂർ പോകത്തേ ഉള്ളായിരിക്കും. ഒന്നും തീരുമാനിച്ചില്ല, കാരണം വെച്ചാൽ ഇപ്പോൾ 4 മണി കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഈ കോട ഇറങ്ങിയത് പറഞ്ഞേ അത്യാവശ്യം നല്ലോണം ഒരു ഇരുട്ട് വീണതുപോലെ അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ രാത്രി കാന്തല്ലൂർ പോയാലും ഒന്നും കാണാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഒരു സംശയം. എന്തായാലും നമുക്ക് ഇങ്ങോട്ട് പോവാം. ഇപ്പോൾ എന്തായാലും പോകുന്ന വഴിക്ക് ചന്ദനത്തോട്ടമൊക്കെ ഉണ്ട്, അപ്പോൾ അതുവഴി പാസ് ചെയ്തൊക്കെയാണ് പോകുന്നത്. കോടയുടെ കൂടെ ചെറുതായിട്ട് മഴയും പൊടിച്ചു തുടങ്ങി. അപ്പോൾ മിക്കവാറും മറയൂർ തന്നെ സ്റ്റേ അടിക്കേണ്ടി വരും. ആ ചന്ദനത്തോപ്പിൻ്റെയൊക്കെ അവിടെ എത്തുമ്പോഴത്തേക്ക് മിക്കവാറും നല്ല ഇരുട്ടാവുമായിരിക്കും. ഇരുട്ടാണെങ്കിൽ നമ്മൾ ആ ഒരു കാഴ്ച അത്രയും മനോഹരമായിട്ട് കിട്ടുമോയെന്നുള്ളത്. എന്തായാലും നമ്മൾ നാളെ തിരിച്ച് ഈ വഴി തന്നെയാണല്ലോ വരേണ്ടത്. അപ്പോൾ പിന്നെ അത്ര വലിയ പ്രശ്നമായിട്ട് എടുക്കണ്ട. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, ചട്ടമൂന്നാർ. അപ്പോൾ അത് മറ്റേ ഫോറസ്റ്റ് ഓഫീസിൻ്റെ ആ ഒരു പരിധി ആയിരിക്കണം. ചട്ടമൂന്നാർ എന്ന ബോർഡ് കാണിക്കും. മഴ മഴ. ആ ചെക്ക് പോസ്റ്റിന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ഫ്രീ സോണാന്ന്. പക്ഷേ അത് കയറുമ്പോൾ തൊട്ടടുത്ത് തന്നെ കണ്ട കാഴ്ച നിൽക്കും. പക്ഷേ ഞാൻ നിർത്തിയതല്ല, ഇത് കണ്ട താഴെ വെള്ളം ഒഴുകി പോകുന്നത്. മിക്കവാറും അത് ലക്കം വാട്ടർഫോൾസിൽ നിന്ന് ആ ഒഴുകി വരുന്ന വെള്ളമായിരിക്കണം. പക്ഷെ ഞാൻ നിർത്തിയത് അത് കണ്ടോണ്ടാണ്. ടണേ ദൂരെ അങ്ങൊരു വെള്ളച്ചാട്ടം കണ്ട, ആ വെള്ളച്ചാട്ടം കണ്ടോണ്ട് ഞാൻ നിർത്തിയത്. നമ്മൾ പോകുന്നതിന് അങ്ങനെ കറങ്ങുമല്ലോ ആണോ അറിയത്തില്ല, പക്ഷെ ദൂരെ നിന്ന് ആ വെള്ളം ഒഴുകുന്നത് കാണാൻ നല്ല രസമുണ്ട്, അതുകൊണ്ട് ഞാൻ ചവിട്ടിയത്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. ഇവിടെ ഇപ്പോൾ ഒരു ബോർഡ് കണ്ട് മറയൂർ സാൻഡൽ റിസർവ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് ചിലപ്പം സാൻഡൽ വുഡ്സിൻ്റെ ചന്ദനമരങ്ങൾക്കിടയിലൂടെ ആയിരിക്കണം പോകുന്നത്. പിന്നെ ഇത് നമ്മൾ കുറച്ച് മുമ്പേ ആയിട്ട് ഒരു മറയൂർക്ക് 9.5 എക്സാക്ട്ലി 9.5 എന്നൊരു ബോർഡ് കാണാം. 9.5ഉം പിന്നെ ചിന്നാർ 12 കിലോമീറ്റേഴ്സ് എന്നൊരു ബോർഡ് കണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കും വേലികൾ സൈഡിൽ തീർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഏരിയയിലായിരുന്നു തോന്നുന്നു, എനിക്ക് തോന്നുന്നു കാട്ടുപോത്തിനെ കാണാമെന്ന് പറഞ്ഞിരുന്നു. ഇത് നമ്മുടെ ഭാഗ്യം കൊണ്ട് കാട്ടുപോത്തൊന്നും വന്നില്ല. അപ്പോൾ ഇത് ഇവിടെയും പക്ഷെ അത് കുറച്ച് കിലോമീറ്ററുകളെ ഉള്ളായിരുന്നു, കുറച്ച് കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേ പിന്നെ അങ്ങോട്ട് മൊത്തം നമ്മുടെ സാധാ ഒരു വീടുകളൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഇവിടെ ഇത് കണ്ട് സാൻഡൽവുഡ് റിസർവ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഇത് കാണുന്നതൊക്കെ സാൻഡൽവുഡ് ഇത് റൈറ്റ് സൈഡിൽ. ഇവിടെയും കമ്പിവേലി തീർത്തിട്ടുണ്ട്. ഇനി ഇവിടെ കാട്ടുപോത്തൊക്കെ ഇറങ്ങുന്നതാണോ എന്ന് അറിയത്തില്ല, അതൊരു സാൻഡൽവുഡിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണോ ഇവിടെ ഇങ്ങനെ വേലി തീർത്തേക്കെന്ന് അറിയില്ല. പക്ഷേ ആ ഭാഗത്തായിട്ട് അതിൻ്റെ ആയിരുന്നു. ഇവിടെയും സാൻഡൽവുഡ് സൈഡ് നിൽക്കുന്നതൊക്കെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതല്ല. ചിലപ്പോൾ നമ്മുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വല്ല കാട്ടുപോത്തിനെ കാണാൻ പറ്റില്ല. പിന്നെ അതുപോലെ പുള്ളിമാനെയും കാണാമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ അകത്തോട്ട് നോക്കിയാണ് പോകുന്നത്. എപ്പോഴാണ് ഒരു ഭാഗ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അവർ പറഞ്ഞതനുസരിച്ച് ഈ കാട്ടുപോത്തും പുള്ളിമാനൊക്കെ ഏത് നിമിഷം കാണാം. ഇന്ന ബാക്കിയുള്ള സ്ഥലങ്ങളെ പോലെ വൈകുന്നേരങ്ങളിലോ അങ്ങനൊന്നുമല്ല, എപ്പോഴെങ്കിലും കാണാമെന്ന് പറഞ്ഞു. ഈ കമ്പിവേലി കെട്ടിയേക്കുന്ന കാരണം ഒരു കാരണവശാലും കാട്ടുപോത്ത് റോഡിലോട്ടൊന്ന് ഇറങ്ങിയാലെന്ന് ഉള്ള ഉറപ്പുകൊണ്ടാണ് ഞാൻ പതുക്കെ ഓടിച്ച് പോവുക. ഏതെങ്കിലും സൈഡിലുണ്ടോ എന്ന് നോക്കിയുണ്ട്. വഴിക്ക് വെച്ചിട്ട് 1-2 കുരങ്ങനെ കണ്ടതല്ലാതെ ഭാഗ്യമില്ലാതെ ഇപ്പോൾ. ഇന്നില്ലെങ്കിൽ ചിലപ്പോൾ നാളെ തിരിച്ചു പോകുമ്പോൾ കാണാൻ പറ്റുമായിരിക്കും. എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാം അല്ലേ. ഓക്കെ, ഐ തിങ്ക് ആ ഏരിയ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. വീടുകളൊക്കെ കാണുന്നു. ഈ ഓറഞ്ചൊക്കെ ഇവിടുത്തെ ഇതാണ് കേട്ടോ, ഇവിടുത്തെ വരുന്നതാണ് അല്ലേ? ആ തൂക്കിയിട്ടേക്കുന്ന ഓറഞ്ചല്ലേ? അല്ലേ അതന്നെ മുട്ടപ്പഴം. അതിവിടെ ഉണ്ടാകുന്ന ഇവിടെ ഉണ്ടാകും. ശരി കേട്ടോ, താങ്ക്. ചേട്ടാ കാന്തല്ലൂർ പോകുന്ന ഞാനിപ്പോൾ മറയൂർ ടൗണിലാണ്. മറയൂർ ഇവിടെ ചോദിച്ചപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടുന്ന് നേരെ ഇത് കണ്ട് റൈറ്റ് സൈഡിലോട്ട് കിട്ടും. അതായത് കറക്റ്റ് ടൗണിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന്
റൈറ്റിലോട്ട് തിരിഞ്ഞാൽ മതി. ഇവിടെ മറയൂർ പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അതിലെവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു 10-14 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പോവുകയാണെങ്കിൽ നമുക്ക് കാന്തല്ലൂരല്ല. അപ്പോൾ കാന്തല്ലൂരാണ് കാണാനുള്ളതൊക്കെ. മറയൂർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ആ വഴി അവൾ വന്നില്ലേ, അതിലെ ചന്ദന കാടും പിന്നെ കാട്ടുപോത്തിനെ കാണാനൊക്കെയുള്ള ആ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടുന്ന് നേരെ പോയിക്കുന്ന ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറി ഉണ്ട്. അപ്പോൾ എനിക്ക് നേരത്തെ അബദ്ധം പറ്റിയല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു 9.5 കിലോമീറ്റർ മറയൂരിന്നും 12 കിലോമീറ്റർ ചിന്നാറെന്ന് പറഞ്ഞ് കാണിച്ചത്. അത് ചിന്നാറല്ല, 12 കിലോമീറ്റർ ചിന്നാർ വൈൽഡ് ലൈഫ് സാഞ്ചുറിക്കാണ്. ചിന്നാറിന് ഇവിടുന്ന് പിന്നെയും ഒരു 10-18 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഇത് പോകുന്നതിൻ്റെ കരിമ്പ് തോട്ടത്തിലേക്ക് ഇടക്കൂടിയാന്ന് പറഞ്ഞത്, കരിമ്പ് ഫാക്ടറിയും ഒക്കെ ഉണ്ട്. നമ്മളിപ്പം കണ്ട ആ കരിമ്പിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ആളോട് ഞാൻ ജസ്റ്റ് ഇതൊക്കെ കരിമ്പാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഒന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിയോട് കരിമ്പ് തന്നെയാണ്. അപ്പോൾ ഞാൻ പുള്ളിയോട് കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇവിടെ മറയൂർ എന്തെങ്കിലും കാണാനുണ്ടോയെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ് കാണാനൊക്കെ ഉണ്ട്, പക്ഷേ ഈ സമയത്ത് ഒന്നും കാണാനില്ല, ഇപ്പോൾ സമയം ഇത്ര ആയില്ലേ. ഇവിടെ കാണാനുള്ള വെച്ച് ദൃശ്യം ഷൂട്ട് ചെയ്ത് എന്തോ ഒരു ലൊക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞ്, പിന്നെ കരിമ്പ് ഫാക്ടറി, പിന്നെ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, അങ്ങനെ ഏതാണ്ടൊക്കെ കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഒന്നും കാണാൻ ഇതില്ല. അതിൻ്റെ പുള്ളിയും പറഞ്ഞത് നേരെ കാന്തല്ലൂർ വിട്ടു, അപ്പോൾ അവിടെ ആകുമ്പോഴത്തേക്കും കുറച്ച് കാണാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി എനിക്കൊരു കോൺടാക്ട് നമ്പർ തന്നു, സ്റ്റേയുടെ കാര്യം ഒന്ന് വിളിച്ച് തിരക്കി നോക്കാൻ പറഞ്ഞു പുള്ളി. പുള്ളിക്ക് ഇപ്പം ഞാൻ പറഞ്ഞ അഫോർഡബിൾ പ്രൈസിലൊക്കെ ആയിട്ടുള്ള കിട്ടുന്നതൊക്കെ വെച്ചാൽ പുള്ളി പറഞ്ഞ് പുള്ളിയോട് സംസാരിച്ച് നോക്ക്, എന്നിട്ട് പറ്റുമെങ്കിൽ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് പുള്ളി ഒന്ന് വിളിച്ചു നോക്കി. ഇവിടെ ഇപ്പോൾ ഒരു 10-15 കിലോമീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയിട്ട് പുള്ളിയോട് സംസാരിച്ചിട്ട് നമുക്ക് നോക്കാം. ഞാനാണെങ്കിൽ അവിടുത്തെ ലെഫ്റ്റ് ജസ്റ്റ് ഒന്ന് എടുത്തു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് താഴോട്ടാണ് ആനക്കോട്ടപ്പാറ പാർക്ക്. അത് കൊള്ളല്ലേ, 3 കിലോമീറ്റർ. ഞാൻ എങ്ങനെ മറയൂരിൽ നിന്ന് കോവിൽക്കടവ് വഴി കാന്തല്ലൂർ എത്തിയിരിക്കുകയാണ്. ഞാൻ അവിടെ തന്നെ വേറെ ഒന്നും തപ്പി കിടന്നില്ല, റൂം എടുത്ത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കോവിൽക്കടവ് കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ലാത്ത മഞ്ഞായിരുന്നു. മഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണാൻ വയ്യ. ഒരു 10-14 കിലോമീറ്റർ ഉണ്ട് മറയൂരിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ നോക്കിയില്ല ഒന്നും, പെട്ടെന്ന് തന്നെ റൂമും എടുത്ത്. ഇതാണ് റൂം. ചെറിയൊരു ബാൽക്കണി ഉണ്ട്. അതേ കാണിച്ചു തരാം. കോട കണ്ട, ഇതിപ്പോൾ വീഡിയോയിൽ എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷേ ഞാൻ വരുന്ന വഴിക്ക് ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് കാണാൻ പറ്റും, എന്ന് വെച്ചാൽ കുറച്ച് വെട്ടം ഉണ്ടായിരുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ ടി വി ഉണ്ട്, റൂം അടിപൊളിയാണ്, കുഴപ്പമില്ല, ബാത്റൂമും അടിപൊളിയാണ്. ഇതാണ്. അപ്പോൾ ഞാൻ ബാക്കി വിശേഷങ്ങളെല്ലാം നാളെ ഷെയർ ചെയ്യും. കാരണം വെച്ചാൽ ഇന്ന് എൻ്റെ ഉടുപ്പ് ജാക്കറ്റിലൊക്കെ മഞ്ഞുതുള്ളിയുണ്ട്. അപ്പോൾ തിരിച്ച് നമ്മളെന്തായാലും ആ മറയൂർ പോകുന്ന വഴിക്ക് തന്നെ പോകും നമ്മൾ. കാരണം ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നാളെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. ഇന്നിപ്പം തീരെ വയ്യ, ക്ഷീണിച്ച് നല്ലവണ്ണം ഒന്ന് റിലാക്സ് ചെയ്യണം. അപ്പം നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ആൻഡ് ഗുഡ് മോർണിംഗ് കാന്തല്ലൂർ. ഇന്നലത്തെ ഈവനിങ് ഒരു വല്ലാത്തൊരു ഈവനിങ് ആയിപ്പോയി. വല്ലാത്തൊരു വെച്ചാൽ ഇന്നലെ നമ്മൾ മറയൂരിൽ നിന്ന് കോവിൽക്കട വഴി കാന്തല്ലൂർ വരികയായിരുന്നല്ലോ. കോവിൽക്കട വഴി നമ്മൾ ശർക്കര ഫാക്ടറിയും പിന്നെ എന്തുവാ കരിമ്പ് ഫാക്ടറിയൊക്കെ നോട്ട് ചെയ്തൊക്കെ തിരിച്ച് നമുക്ക് കയറാന്നുള്ള പ്ലാനിലൊക്കെ ഇങ്ങനെ വരുമായിരുന്നു. കോവിൽക്കട വഴി വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. കോവിൽക്കട എത്തി ഞാനൊരു ചായയൊക്കെ കുടിച്ച്, അത് കഴിഞ്ഞ് ഫോറസ്റ്റ് ഏരിയയാണ്, ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട്. അതങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തെ പിന്നെ ഒരു കോട തുടങ്ങിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു വാഹനം മനുഷ്യനെ കാണാം. പക്ഷേ ഒരുപാട് നല്ല കാഴ്ചകളുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പാറയൊക്കെ ഉള്ളൊരു തെളിഞ്ഞൊരു പാറയൊക്കെ ഉള്ളൊരു സ്ഥലത്തൂടെയൊക്കെ കയറി വന്ന്, പിന്നെ കാടായിരുന്നെങ്കിൽ ഫെൻസിങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തിരക്കിയായിരുന്നു ആന ഇറങ്ങുമെന്ന് തിരക്കിയപ്പോഴത്തേക്കും ഇവിടെ അങ്ങനെ ആനശല്യം അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. എന്നാലും മറയൂർ ആനയില്ല, പക്ഷേ കാന്തല്ലൂർ ആനയുണ്ട്. അത് എപ്പോഴും വരാൻ വേണമെങ്കിൽ. രസത്തിന് ഈ ഫെൻസിങ്ങിനെ ബ്ലിങ്ക് ചെയ്യും, അതായത് ഫെൻസിങ്ങിൽ ഇടയ്ക്ക് ലൈറ്റ് പോലുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പേടിയായിരുന്നു. പിന്നെ വണ്ടികളൊക്കെ പോകുന്നുണ്ടായിരുന്നു. പ്രശ്നം വെച്ചാൽ ഈ കോട കാരണം ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ആന അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും നമുക്ക് പറയാൻ പറ്റും. ഫ്രണ്ടിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണാൻ പോലും പറ്റത്തില്ല. പിന്നെ അതുപോലെ ഇവിടെ കാട്ടുപോത്തും ഉണ്ടെന്നാണ് പറഞ്ഞത്. കാട്ടുപോത്തൊക്കെ ഇറങ്ങും, പക്ഷേ വായത്തിന് വന്നുമില്ല. എന്നാൽ അത് അങ്ങനെ കാഴ്ച കാണാനും പറ്റിയിരുന്ന 2 ഇതുണ്ട്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നു, ഞാനത് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഭയങ്കര സ്കെയറി ആയിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലായിരുന്നോ?
കോടമഞ്ഞ് വെച്ചാൽ ഒരു മഹ കാണാൻ പറ്റില്ല, അതുപോലത്തെ കാഴ്ചയായിരുന്നു. ഞാനത് പറഞ്ഞ ടൗണിൽ വന്നിട്ട് എനിക്ക് കിട്ടിയ നമ്പർ സ്റ്റേക്ക് കൊണ്ട് ഞാൻ വിളിക്കാൻ നിന്നില്ല. വന്നപ്പോഴേ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങും കറണ്ടില്ല. പിന്നെ ടൗൺ ഏരിയയിൽ ആ ഒരു ബെത്ലഹേം ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞാൽ ബോർഡ് കണ്ട് അവിടെ മാത്രമേ വെട്ടമുള്ളൂ. കയറിയപ്പോഴത്തേക്കും 1000 രൂപ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു മടി. പിന്നെ ഒരു ഡോർമെറ്ററി ഉണ്ട്, മഡ് ഹൗസൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു മടി. ഞാൻ പക്ഷേ കയറിയില്ല. തിരിച്ചിറങ്ങിയിട്ട് പുറത്തിറങ്ങി വെട്ടമൊന്നുമില്ലാത്ത കാരണം ഞാനങ്ങ് വീണ്ടും അവിടെ തന്നെ കയറിയിട്ട് അങ്ങ് റൂം എടുത്തു. മൂന്നാർ ശ്രീരാമൻ കോവിൽ മന്നവൻ ശോല ശ്രീരാമർ കോവിൽ ഇന്നലെ ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം. എന്നിട്ട് റൂം എടുത്ത് കഴിഞ്ഞിട്ട് കറണ്ടില്ല. ചെന്നപ്പോഴത്തേക്കും ഞാൻ ഫ്രീ വൈഫൈ ഒക്കെ ഉള്ള കാരണമാണ് ഞാൻ സത്യം റൂം എടുത്തത്. പിന്നെ ടി വി ഒക്കെ ഉണ്ട്. ടി വി നമ്മൾ കാണുന്നില്ലെങ്കിലും അതൊരു ഇതാണല്ലോ ഇതിൻ്റെ അകത്തുള്ള. കയറി റൂം എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജനറേറ്ററിലായിരുന്നു റൺ ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയൊക്കെ ജനറേറ്റർ ഓഫായി. ഇൻവെർട്ടറിൽ പിന്നെ റൂമിൽ വെട്ടമൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ഡിവൈസസ് ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. അതായത് ഫോണോ ലാപ്ടോപ്പോ അങ്ങനെയുള്ള ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ശോകമായിരുന്നു. പക്ഷെ എന്തായാലും അവരുടെ കുഴപ്പമില്ല, കാരണം കാന്തല്ലൂർ മൊത്തവും കറണ്ട് ഇല്ലായിരുന്നു. എനിവേ ഞാൻ ഇവിടെ കുറച്ച് കയറുന്നപ്പോൾ ഇവിടെ അമ്പലവും ഇതൊക്കെ കണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് നോക്കട്ടെ എന്താ കാഴ്ചയുള്ളതെന്ന്. ഞാൻ വണ്ടി ഇവിടെ ഒതുക്കി. ഈ ഒരു അമ്പലമാണ് ഞാൻ കണ്ടത്. നല്ല രസമുണ്ടല്ലേ. ഇതിന് പുറയിലായിട്ട് കോട കണ്ട. ഇതിലാ വിഷ്വൽ ആ ഫ്രെയിം ഒന്ന് നോക്കി. പിന്നെ അതെ ഇപ്പുറത്ത് നോക്കിയപ്പോഴത്തേക്കും സ്ട്രോബെറി. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കയറ്റം കണ്ട. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് എന്തൊരു വ്യൂ ആയിരിക്കും എന്ന് വെച്ചാൽ ജസ്റ്റ് കയറി നോക്കി. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങോട്ട് നടന്നു നോക്കാം. സ്ട്രോബെറി ഫാം. ഇവിടെയും സ്ട്രോബെറി തന്നെയാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ. അവിടെ എന്തോ നോക്കട്ടെ. അവിടെ എന്തോ ഒരു വാലി പോലെ കാണുന്നുണ്ട്. ഇതാണ് കണ്ടത്, കാടാണ്. ഇവിടെ നിന്നാലും നമുക്ക് ആ മേഘങ്ങൾ കണ്ട. അപ്പുറത്തൊരു മല ദൂരെ തലയുയർത്തി ഒരു ആന നിൽക്കുന്ന പോലെ നിൽക്കുന്നു. നമുക്ക് ചിലപ്പോൾ എനിക്കത് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വയ്ക്കാൻ ചിലപ്പോൾ ആ ഒരു വ്യൂ കിട്ടുമായിരിക്കും. ഇത് മൊത്തം സ്ട്രോബെറി. ഇവിടെ ഇങ്ങനെ ഇതൊക്കെ നട്ടതേ ഉള്ളൂ. നട്ടെന്ന് വെച്ചാൽ അധികം വലുതായിട്ടില്ല. ഇവിടെ അത്യാവശ്യം ഉണ്ട്, പക്ഷേ അതിനകത്ത് കായൊന്നുമില്ല, പൂത്തിട്ടുണ്ട്. എനിക്ക് അമ്പലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഫ്രെയിം ഇത്. അവിടെ നിന്ന് ഞാൻ വണ്ടി കുറച്ചൊരു ഫ്രണ്ടിലോട്ട് എടുത്ത്. അപ്പോൾ അവിടെ തിരക്കിയപ്പോൾ പറഞ്ഞത് ഇവിടെ അങ്ങോട്ട് ഡെഡ് എൻഡാണ്, ഇവിടം വരെ ഒന്നുമില്ല, തിരിച്ച് പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു അങ്ങോട്ടുള്ള വ്യൂ കാണാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷേ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോഴത്തേക്കും ഇതുവഴി റൗണ്ട് പോലെയാണ്. ഞാനതാണ് ഇറങ്ങിയത്. അവിടുന്ന് കയറി നമ്മളിപ്പോൾ വന്ന വഴി തന്നെ ഇങ്ങനെ കറങ്ങി നേരെ വീണ്ടും കാന്തല്ലൂരിലേക്ക്. പക്ഷേ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ റോഡ് ബ്ലോക്കാണ്, ഇവിടം വരെ ഉള്ളു. കുറച്ച് ഞാൻ ഫ്രണ്ടിലോട്ട് ഓടിച്ചു വന്നപ്പോഴുള്ള വഴി നോക്കണേ. ഇതുപോലെ മോശം റോഡായിരുന്നു. കുറച്ചേ ഉള്ളൂ കേട്ടോ, കുറച്ചും കൊണ്ട്. ഞാൻ പക്ഷേ ഇവിടെ എന്തെങ്കിലും ആ വ്യൂ കിട്ടുമെന്നുള്ളൊരു ഇതിലാണ് ഞാൻ മുമ്പോട്ട് എടുത്തു വന്നത്. ഇവിടുത്തെ സ്റ്റേ ആണ് കേട്ടോ, അടിപൊളി സ്റ്റേ, നല്ല വ്യൂ ഒക്കെ ഉള്ള അടിപൊളി സ്റ്റേ. ചീനി ഹിൽ റിസോർട്ട്. പക്ഷേ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോഴത്തേക്ക് ഈ റോഡ് കാന്തല്ലൂർ ടൗണിലോട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ചോദിച്ചവരെല്ലാവരും പറയുന്നത് ഇങ്ങോട്ട് വഴിയില്ല, ഇവിടം വരെ ഉള്ളതെന്നാണ്, തിരിച്ചു പോകണമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, അറിയില്ല. എന്തായാലും നാട്ടുകാർ തന്നെയല്ലേ പറഞ്ഞത്. പക്ഷേ ഇവിടുന്ന് കുറച്ചേ കാണിക്കുന്നുള്ളൂ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോഴത്തേക്ക് കാന്തല്ലൂർ ഒരു റൗണ്ട് ഒരു സർക്കിൾ പോലെ. പക്ഷെ നമ്മുടെ ലക്ഷ്യം ഈ ഒരു വ്യൂ ആയിരുന്നു. എൻ്റെ അമ്മോ, നമ്മളവിടെ നോക്കി കണ്ട കോട വ്യൂ കണ്ട്. ഇതൊരു ടൗൺ ഏതെന്നറിയത്തില്ല, ടൗൺ അതാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ കുറേ വീടുകളൊക്കെ കാണുന്നുണ്ട്. സൂപ്പർ. ഇത് ചൂസ് ചെയ്യാവുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ, ചീനി ഹിൽ റിസോർട്ട്സ്. നോക്കിയേ, സ്റ്റേ, പൊളി വ്യൂവും കിട്ടും. ഞാനിപ്പോൾ തിരിച്ചിറങ്ങുകയാണ്. നമ്മളിതേ ഈ വഴിയാണ് വന്നത്. ഇവിടുന്ന് അങ്ങോട്ട് മൂന്നാർ റോഡ് കണ്ടേ. ചേട്ടാ ഈ മൂന്നാർ ഇതിൽ വിടത്തില്ലല്ലേ? പിന്നെ ഫോറസ്റ്റ് ഏരിയ ആണല്ലേ? ഓക്കെ. നമ്മൾ ഇതിലായിരുന്നു ഇപ്പോൾ കയറി വന്നിട്ട് റൈറ്റ് എടുത്തായിരുന്നാണ് പോയത്. അപ്പോൾ നമ്മൾ ബോർഡ് കണ്ടില്ലായിരുന്നു, മൂന്നാറിന് നമ്മുടെ ലെഫ്റ്റ് ഒരു ബോർഡ്. അതവിടെ ചോദിച്ചത്, അത് വണ്ടി വിടത്തില്ലെന്ന്, ഫോറസ്റ്റ് ഏരിയ ആണ്. പകലും വിടത്തില്ലേ? അപ്പം ഇത് പെശക ഏരിയ ആയിരിക്കുമല്ലോ. അപ്പം നമ്മൾ നേരെ തിരിച്ചിപ്പോൾ കാന്തല്ലൂർ ടൗണിലേക്ക് പോവാണ്. അവിടുന്ന് പിന്നെ അപ്പുറത്താണ് വേറൊരു റോഡും കൂടി ഉണ്ട്, അതും കൂടി കയറി ഒന്ന് നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ തിരിച്ച് കാന്തല്ലൂർ ടൗണിലേക്ക് പോയായിരുന്നേ. അപ്പം ടൗണിൽ കുറച്ച് മുമ്പായിട്ടൊരു ചായക്കട കണ്ടിട്ട് ഞാനവിടെ ചായ കുടിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു സ്ഥിരം ഒരു പരിപാടിയാണ്, ഇങ്ങനെ നമ്മൾ അറിഞ്ഞ സ്ഥലത്ത് ചെല്ലുകയാണെങ്കിൽ ഏതൊരു ചായ വേണ്ടെങ്കിൽ പോലും ചായ കടയിൽ കയറും.
ഒരു ചായ കുടിച്ചിട്ട് അവരോട് തിരക്കും ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടോ എന്നൊക്കെ അങ്ങനെ തിരക്കും. അപ്പോൾ ഇപ്പോൾ എന്തായാലും ചായ കുടിക്കാൻ വേണ്ടി തന്നെ കയറി, കാരണം രാവിലത്തെ ചായ കുടിച്ചില്ലായിരുന്നു. അപ്പോൾ ആ പയ്യനോട് ഇങ്ങനെ സംസാരിച്ച്, ഒരു പയ്യനായിരുന്നു 10 വയസ്സുള്ള ഒരു പയ്യനാണ്. അപ്പോൾ അവനോട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു വെച്ചാൽ ഞാൻ കോടയുടെ കാര്യമൊക്കെ പറഞ്ഞു, ഇന്നലത്തെ കാര്യം. അപ്പോൾ അവൻ പറഞ്ഞ് അവന് ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാണ് ഇത്രയും കോടയെന്ന്. ഇന്നലെ ഭയങ്കര കൂടുതലായിരുന്നു കോട. അപ്പോൾ അതെന്തായാലും ഭയങ്കര ഭാഗ്യം. ഇപ്പോൾ അത് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പയ്യൻ പറഞ്ഞേ കോടയുണ്ട്, ഫുൾ ടൈം മീൻസ് ഇവിടെ കോടയാണ്, പക്ഷേ എന്നാലും ഇന്നലെ ഭയങ്കര കൂടുതലായിരുന്നു. എന്നിട്ട് ഇതുവരെയും കറണ്ട് വന്നിട്ടില്ല. അപ്പോൾ എവിടെയോ എന്തൊക്കെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു വെച്ചാൽ തിരിച്ച് നമ്മളിപ്പം പോയില്ല അമ്പലത്തിലവിടെ, അവിടെ ഇതുണ്ട്, കുങ്കുമപ്പൂവിൻ്റെ ഫാമുണ്ട്. കാന്തല്ലൂർ കുങ്കുമപ്പൂവിൻ്റെ കൃഷി തുടങ്ങിയായിരുന്നല്ലോ, അത് ആ ഭാഗത്തായിട്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ആരും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാനിപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ്. അത് അമ്പലത്തിനടുത്തായിട്ടാണ്. പിന്നെ നമ്മൾ ഇവിടെ വെച്ചൊരു മൂന്നാർ റോഡ് കണ്ടില്ലേ, ആ പയ്യൻ പറഞ്ഞത് അവിടെ അങ്ങോട്ട് വണ്ടി വിടത്തില്ല, പക്ഷേ അവിടെ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് കയറിയാൽ മതി. അപ്പോൾ അവിടെ തിരക്കാമെങ്കിൽ അവിടെ ട്രക്കിംഗ് ഉണ്ടെന്ന്, ഫോറസ്റ്റിൻ്റെ റോഡിൽ. നമ്മൾ വണ്ടി വിടത്തില്ലെന്നേ ഉള്ളൂ, അതെന്തോ സ്റ്റേ കണ്ട് കൊടുത്തേക്കുണ്ട്, പക്ഷേ ട്രക്കിംഗ് കണ്ടുണ്ട്. അപ്പം ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് തിരക്കാം. അപ്പോൾ തിരിച്ച് വരുമ്പം അതൊന്ന് തിരക്കണം. നമ്മൾ അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് എത്തിയേക്കണം. അപ്പോൾ ട്രക്കിങ്ങും തിരക്കണം, പിന്നെ ഇപ്പം കുങ്കുമപ്പൂവിൻ്റെ ഫാമൊന്ന് കാണും. പിന്നെ നമ്മളിപ്പം ചായ കുടിച്ചതിന് തൊട്ടിപ്പുറത്തായിട്ടൊരു ഫാമുണ്ട് ഫ്രൂട്ട്സിൻ്റെ, ഓറഞ്ചും പാഷൻ ഫ്രൂട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ഞാനിപ്പോൾ ഒന്ന് കയറിയപ്പോൾ പറഞ്ഞു വെച്ചാൽ പണിക്കാരൊന്നും വന്നിട്ടില്ല, 9 മണിയാകുമ്പോഴേ വരത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് വരാമെങ്കിൽ, കാരണം ഒറ്റ കയറി കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ അന്നേരം വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ പോയിട്ട് ആ കുങ്കുമപ്പൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ ആ കുങ്കുമപ്പൂ കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ നേരെ ആ വ്യൂ കാണാൻ പോയ ആ ഒരു ഡയറക്ഷനോട്ട് തന്നെ പോകണം. അത്രയും താഴെ വരെ പോകണ്ട, പക്ഷെ കുറച്ച് പോകണം. നമ്മൾ ഇതിലാണ് നേരത്തെ താഴോട്ട് ഇറങ്ങിയത്. എന്നിട്ട് ഞാൻ ഈ ഒരു വെണ്ടയ്ക്ക അക്ഷരത്തിൽ കഴിച്ചാൽ ഈ ബോഡി ഞാൻ കണ്ടില്ല, സാഫ്രോൺ. അപ്പോൾ ഇതുപോലൊരു ചെറിയ വഴിയാണ്. ഞാൻ വണ്ടി ഇവിടെ ഒതുക്കി ഭാഗത്തോട്ട് കയറി ചെല്ലണം. അകത്തോട്ട് കുറച്ച് നോക്കട്ടെ. ഓ ഇതാണല്ലേ ഈ കിളിച്ചിരിക്കുന്നത്? ആ പൂ തിന്നില്ലേ, ഈ ചെടിയിലെ പൂ കയറി വരുന്നില്ലേ? ഇതാണ്. ഈ ഒരു ഇത്രയും ഭാഗത്താണോ അല്ലേ ചെയ്തത്? വേറെ സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിപ്പോൾ ആയില്ല, പറിവായില്ല. ഇതിപ്പോ ഒരു പ്രാവശ്യത്തെ ഇത് കഴിഞ്ഞു. ഒരു പ്രാവശ്യത്തെ പൂ കഴിഞ്ഞു. ചേട്ടനെ കൂടെ ഒന്ന് എടുത്തോട്ടെ, ചേട്ടനെ കൂടെ വീഡിയോ ഒന്ന് എടുത്തോട്ടെ. അല്ല ചേട്ടനൊന്ന് പറയുമായിരുന്നെങ്കിലേ. ഇതിപ്പം ചേട്ടനല്ലേ ഇവിടെ ആദ്യമായിട്ട് ചെയ്യുന്നത്? അതെ അതെ, എൻ്റെ മോനാണ് ഇതിൻ്റെ മുഖ്യസ്ഥര്. ഇപ്പൊ ആദ്യത്തെ ഒരു വിളവെടുപ്പ് കഴിഞ്ഞു. അതെ, ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇതിൽ ചെയ്തായിരുന്നു, ഈ തട്ട് മൊത്തം ചെയ്തായിരുന്നു. ഓ അത് ശരി. അത് പിന്നെ 4 പൂ വരെ ഉണ്ടാക്കിയിട്ട് മഞ്ഞ് മഴയൊക്കെ വന്നിട്ട് പിന്നെ ചീഞ്ഞു പോയി. ഉള്ളിൽ തന്നെ ചീഞ്ഞു പോയി, കയറി വരാതെ. ഓഹോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വലിച്ചു കെട്ടി. ഇതിപ്പോ സക്സസ് ആയിരുന്നു. അപ്പൊ നമ്മുടെ കാശ്മീർ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളു കേരളത്തിൽ. ഇത് ചെയ്ത ശേഷമാണ് ഇത് മൊത്തം പൂത്ത്. ഓ അത് ശരി. ഡയറക്റ്റ് പിന്നെ ഡൽഹിയിൽ നിന്ന് വന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്തതാ. ഓഹോ ഹോ ഹോ. ഇപ്പം ഇതിന്റെ പൂക്കളൊക്കെ വിളവെടുത്ത് കഴിഞ്ഞാൽ വിളവെടുത്തു. അല്ല അപ്പൊ അതെന്ത് ചെയ്യുന്നത്? അത് പാക്കിങ് ചെയ്ത് കൊണ്ടുപോയല്ലേ. ഇപ്പൊ ഈ ഒരു ഭാഗത്തായിട്ട് മാത്രമേ, പക്ഷെ പൂവൊന്നും കാണാൻ പറ്റില്ലല്ലോ. പൂവതായി കയറി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ആദ്യം മൊത്തം പൂവായിരുന്നു, എന്നിട്ട് ചെടി അപ്പോൾ ചെടി പോലും വന്നിട്ടില്ല. ഓഹോ. ഇപ്പൊ നിലവിൽ ഈ ഒരു ഇത്രയൊരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ. ഇതില് ഇത്രയേ ഉള്ളൂ. അത് ചെയ്തിട്ടുണ്ട് ഞങ്ങളത്. ഇപ്പോൾ ആകാത്ത കാണിക്കാൻ പറ്റില്ല. അല്ല അത് ഈ ഭാഗത്തായിട്ട് തന്നെയാണ്? ഈ ഭാഗത്ത് തന്നെ ആണല്ലേ. ഈ ഭാഗത്ത് ചെയ്താലേ വരുള്ളൂ. അതല്ലേ. അതിന് തണുപ്പും വേണം, ചൂടും വേണം. ഇന്നലത്തെ കോട ഭയങ്കര കോടയായിരുന്നല്ലേ? ഭയങ്കര കോടയായിരുന്നു. അത് കുറെ നാളിന് ശേഷമാണ് അത്രയും വലിയ കോട? കുറെ നാളിന് ശേഷം ഇത് ഉണ്ടായിരുന്നു. 2 മാസമായിട്ട് ഈ കോട ഉണ്ടായിരുന്നു. 2-3 മാസമായി. ഇത് ഇപ്പോൾ കാടുകളൊക്കെ തെളിക്കാതെ കൃഷികളൊക്കെ ചെയ്യാതെ കിടക്കല്ലേ ആൾക്കാർ. ആണല്ലേ. അല്ല ഞാനിപ്പോ താഴെ ചോദിച്ചപ്പോൾ കുറെ നാൾ ശേഷമാണ് ഇന്നലത്തെ ഒരു കോട, ഭയങ്കര കോടയായിരുന്നു. അതെ, ഇന്നലത്തെ ഭയങ്കര കോടയായിരുന്നു. കറണ്ട് വന്നില്ലല്ലോ ഇതുവരെ? കറണ്ട് വന്നില്ല. ഇവിടെ കറണ്ട് പോയാൽ എത്ര ദിവസങ്ങൾ കറണ്ട് ഇല്ലാതെ കിടക്കുമെന്നറിയാമോ? അതൊരു ബുദ്ധിമുട്ടാണല്ലേ. കറണ്ട് അങ്ങനെയൊക്കെ കറണ്ട് ഇല്ലാതെ കിടക്കും. പിന്നെ കറണ്ട് ചാർജ് ഞങ്ങളെല്ലാം ഒരു 5 ബൾബ് ഞങ്ങൾ മിക്കവാറും വൈകിട്ടേ ഇടുന്നുള്ളൂ. ഒരു 6 മണിക്ക് ശേഷം ഇടുള്ളൂ. എന്നിട്ട് എല്ലാ ലൈറ്റും ഇടില്ലല്ലോ. എന്നിട്ട്
ഇവർ എന്താ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 8-9 മണിക്ക് ഒപ്പാക്കി നമ്മൾ കിടക്കും. അന്നേരം ഇപ്പോൾ 4120 രൂപ വന്നു. ഓ അത് ശരി. അത്ര നമ്മൾ ഇവര് വിചാരിക്കുന്നത് എന്തോ വലിയ ഒരു റിസോർട്ടാണോ ഹോട്ടൽ. നമ്മളിത് എന്താ നമ്മൾ പറമ്പിലെ പണി ചെയ്തിട്ട് വന്ന ശേഷം പറമ്പിൽ പണി പോയിട്ട് വന്ന ശേഷം നമ്മൾ ലൈറ്റ് ഇടുന്നു. പിന്നെ നമുക്ക് എന്താ പകൽ ഉപയോഗിക്കുന്നേ ഇല്ലേ? പകല് കറണ്ടിന് പകല് നമ്മൾ എന്തിനാ നമ്മളെ ഇവിടെ ആരാ ബാക്കാണ് ഓടുന്നത്? എന്തിട്ട് കാണിച്ചു വെച്ചാക്കണെന്ന് അറിയാവോ? ഇതാണ് അല്ലേ ചെടി? കുങ്കുമപ്പൂ കാണാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ ചെടി കാണാൻ പറ്റും. അപ്പം എപ്പോഴൊക്കെയാണ് അതിൻ്റെ ടൈം എന്ന് വെച്ചാൽ പറഞ്ഞാൽ അത് പരീക്ഷണമായത് കാരണം അവർക്ക് ആ ചേട്ടൻ അതിന് വ്യക്തമായൊരു ഉത്തരം പറയാൻ പറ്റിയില്ല. പിന്നെ കഴിഞ്ഞ വർഷം ചെയ്തു, പക്ഷെ മൊത്തം ചീഞ്ഞു പോയി. അപ്പോൾ ഇത് മറച്ചിട്ടാണ് ഇപ്പം ചെയ്തേക്കുന്നത്. പിന്നെ അവിടെ ആപ്പിൾ മരം ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ അകത്തൊന്നുമില്ല, മൊത്തം ഇലയൊക്കെ പൊഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ. പുള്ളി പറഞ്ഞു വെച്ചാൽ ഇവിടെ ഓറഞ്ച്, ആപ്പിള്, സബർജല്ലി, പ്ലം ഈ ഏരിയയിലെ കൃഷിയൊക്കെ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ ആ ചേട്ടൻ പറഞ്ഞത് ഈ ഇതെല്ലാം കായ്ച്ചൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും കാറ്റടിച്ച് എല്ലാം പോകുമെന്ന്. അതൊരു ഭയങ്കര വിഷയമാണ്. ഇല്ലെങ്കിൽ ഇവിടെ മൊത്തവും അതിൻ്റെയൊക്കെ കൃഷി നല്ലതുപോലെ വന്നേനായിരുന്നു. പിന്നെ കാറ്റടിച്ചൊക്കെ പോയി മിച്ചം വരുന്നതൊക്കെയാണ് ഇവർക്ക് കിട്ടുന്നതെന്നാണ് പറഞ്ഞത്. അതൊരു സങ്കടകരമായ കാര്യമല്ല. ഇതിന് പിന്നെ എന്തുമാത്രം എഫേർട്ട് ഇടുന്ന 2 ആപ്പിൾ മരം നിൽപ്പുണ്ടാണ്, പക്ഷേ മൊത്തം ഇലയൊക്കെ പോയി നിൽക്കുകയാണ്. നല്ല വലിയ ആപ്പിളൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പം ഞാനിനി പോകാൻ പോകുന്ന ആ മൂന്നാർ റോഡ്, ആ ചെക്ക് പോസ്റ്റിന് അവിടെ പോയി നോക്കട്ടെ. എന്നിട്ട് അവിടെ തിരക്കി നോക്കാം ട്രക്കിങ്ങിൻ്റെ എന്താണ്. ഞാനിപ്പോൾ തിരിച്ചിറങ്ങാണ്. ഏകദേശം ഒരു 1 കിലോമീറ്റർ വന്നത് ഈ ഇതുപോലത്തെ റോഡ്, നല്ല റോഡാണ്. ഇവിടെ ഹോം സ്റ്റേയും ഫ്രൂട്ട്സ് ഗാർഡനും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. വന്നപ്പോഴത്തേക്കും 1 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ റോഡില്ല. പിന്നെ അങ്ങോട്ടും വഴി പോലെയാണ്. വഴി പോലെ എന്നല്ല, റോഡ് തന്നെ, പക്ഷെ റിപ്പയറും ചെയ്തിട്ടുണ്ട്, മൊത്തം പൊട്ടിപ്പൊളിച്ചും കിടക്കുകയാണ്. അപ്പോൾ ഞാനവിടെ തിരക്കി. അപ്പോൾ ട്രക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് 300 രൂപ ആണ് പെർ ഹെഡ്. ഒരു 4 കിലോമീറ്ററോളം കൊണ്ടുപോകുന്നു. കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് കൂടെയുള്ള നടത്തം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വല്ലതും കാണാൻ പറ്റിയാൽ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് തിരക്കാൻ വേണ്ടി പോയത്. നമുക്കിനി തിരിച്ചിറങ്ങുമ്പം അവിടെ ഒരു ഫാമുണ്ട്. അപ്പം 9 മണിക്ക് ശേഷം ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ സമയം 9 ആയില്ല, 9 ആകാറായി. അപ്പോൾ അവിടെ കയറിയിട്ട് നമുക്ക് ഓറഞ്ച് തോട്ടവും പിന്നെ എന്തുവാണ്, പിന്നെ എന്തൊക്കെയുള്ളത് നോക്കാം. നമുക്ക് പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ടെന്നാണ്. ഇതാണ് നമ്മൾ കയറി കാണാൻ പോകുന്ന ഫാം, തോപ്പൻസ് ഓർക്കാഡ് ആൻഡ് ഫാം സ്റ്റേ. ഇവിടെ ഫാം സ്റ്റേ ഉണ്ടല്ലേ. ഓ, ഇത് സ്ട്രോബെറി ഇടല്ലേ. ഞാനിവിടെ ഫാമിലെല്ലാം കണ്ടല്ലേ ചെറിയ ഇലകളായിരുന്നു. ഇത് വലിയ സ്ട്രോബെറിയാണ്. സെയിം ഒരു സൈസ്. ഈ വലിപ്പം വരുമോ ഇലകളൊക്കെ? അല്ല ചേച്ചി, ചെടികളൊക്കെ ഇത്രയും വലുതോ? ഓ, ഈ ഫാമിൽ. ഓ, അത് ശരിയല്ലേ. അത് വലിയ വള ഇല്ലാതെ കാരണം കൊണ്ട് ചെറിയ ചെടിയെ നല്ല വളട്ട നല്ല ഉണ്ടാകും. ഇത് വലിയ നല്ല ആട്ടും ചാട്ടിട്ട് കണ്ടോ? ഓ, ആട്ടും. ഇതെന്താ ചേച്ചി? ഇതിന് മൂർച്ചുകുത്തി നാരങ്ങ. മൂർച്ചുകുത്തി നാരങ്ങ വലിയ നാരങ്ങയാണ്? വലിയ നാരങ്ങ. ഓഹോ ഹോ. ചേച്ചി പറഞ്ഞേ, ഇത് ഈ മരം, ഈ ഒരു ചെടിയുള്ള ഇത് മറ്റേ ബോട്ടിൽ ബ്രഷ് പോലെ, അതിൻ്റെ പൂ കണ്ടില്ലേ? അതുപോലെ തന്നെ അതെ, ഈ കാണുന്ന ആ പൂ കണ്ടില്ലേ? ഇതും അതുപോലെ തന്നെ ബോട്ടിൽ ബ്രഷ് പോലുള്ള. ഓ, നല്ല രസമുണ്ട്. ഈ ഒരു ചെടി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ശരിയാ, ബോട്ടിലിൻ്റെ ബ്രഷ് പോലെ. അതായത് ബോട്ടിലൊക്കെ ഇരുന്ന് ബ്രഷ് ഇല്ലേ, ആ ഒരു അതുപോലെ. അതാ ചേച്ചി പറഞ്ഞു, പക്ഷേ എനിക്ക് ആദ്യമായിട്ട് മനസ്സിലായില്ലായിരുന്നു. ഏതാ പിങ്ക് കളർ? പീച്ചീസ്. പീച്ചീസ്. അതിന് ഫ്രൂട്ട് വല്ലതും ഉണ്ടോ? അതോ ഓ, പീച്ചീസ് വരെ കഴിക്കുന്ന പീച്ചീസ്. ആ, ഓക്കെ, അതിൻ്റെ അല്ലേ. ഓ, അതാണല്ലേ. അതും ഒരു പഴം തന്നെ. ഇത് ഓറഞ്ച്. ഓ, ഇത് ലില്ലിപ്പൂ അല്ലേ? നോക്കട്ടെ. ഓ, ഇത് ലില്ലിപ്പൂ. ഇതിൻ്റെ പേര് പറഞ്ഞത് ആസ്റ്റ്മേരിയാന്ന്. എനിക്ക് ചേച്ചി പറഞ്ഞ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കിട്ടിയില്ല. അങ്ങനത്തെ പറഞ്ഞ ആസ്റ്റ്മേരിയ എന്നുണ്ട്. നല്ല രസമുണ്ടല്ലോ. പൂ എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഒരു ടെക്സ്ചർ നോക്കി, അതിൻ്റെ അകത്തെ നല്ല രസമുണ്ട് കാണാൻ. 11. ഓഹോ, ഇതാണ് ദേവദാരു. കണ്ട ഈ മരം കണ്ട? ഇതിൻ്റെ ആ ഇല നോക്കിയേ,
ഷാർപ്പായിട്ടുള്ള ഇതുമുണ്ട്. ഇത് 100 വർഷം എടുക്കുമെന്ന് പറഞ്ഞത് ഇത് പൂക്കാൻ വേണ്ടി. അതാ ചേച്ചി പറഞ്ഞത് ഇത് നടുന്ന ആൾക്ക് അതിൻ്റെ പൂ കാണാനുള്ള യോഗം ഉണ്ടാകത്തില്ലെന്ന്. നല്ല രസമുണ്ട് ഇത് കാണാൻ. കൊള്ളാമല്ലേ? ഇത് മൊസംബിയാണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് കായില്ല, സീസണല്ല ഇത്. ആണോ? ഉണ്ടാകരുത്. ആ ഇത് മൊസംബി. ഇതെന്താ ചേച്ചി? ആത്തച്ചക്ക. ഓ ഇത് ആത്തച്ചക്കയുടെ മരം. ഓ ഒരു ആത്തച്ചക്ക 1 കിലോ 1.5 കിലോളം ഉണ്ട്. ഇത് പറിച്ചു വെച്ചപ്പോണ്ട് തുറ. അപ്പൊ നമുക്ക് അപ്പുറത്ത് കാണാം. ഏത് ചേച്ചി? ആ ബുഷ് ഇതാ. ഓ ഇത് ഓറഞ്ച് ആണല്ലേ? ഓ ഇതിൻ്റെ ഇല നോക്കിയേ, ഒരു യെല്ലോയിഷും ഒരു ഗ്രീനിഷ് കളറും മിക്സഡ് ആയിട്ടുള്ള. അത് ചെറിയ പച്ച, ചെറിയൊരു ഓറഞ്ച് നിപ്പുണ്ട്. കണ്ട ഇതതിൻ്റെ പച്ച കിളുന്ത്. ഇത് കണ്ട അതിൻ്റെ മുകളിലും ഉണ്ട്. ഇതാണ് നീലക്കുറിഞ്ഞി. ഇതിപ്പം 6 കൊല്ലമായല്ലേ? ഇനി ഒരു 6 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഈ നീലക്കുറിഞ്ഞി പൂക്കും. ഓ ഞാൻ നീലക്കുറിഞ്ഞി ആദ്യമായിട്ടാണ് ചെടി തന്നെ കാണുന്നത്. കൊള്ളാം കേട്ടാ. പിന്നെ ഇതങ്ങോട്ട് ആപ്പിളല്ലേ? ആപ്പിൾ ഈ ഇല പൊഴിയുന്ന ഇപ്പൊ സീസൺ അല്ലാത്തതുണ്ടല്ലോ. ഓ സീസൺ കഴിഞ്ഞ ഇല പൊഴിയും. ഇത് ഒരു ബ്ലാക്ക്ബെറി. ഇത് മുള്ളില്ല, അത് മുള്ളുള്ളതാ. ഓ മുള്ളില്ലാത്ത ബ്ലാക്ക്ബെറി ഉണ്ട്. ഇത് ഇവിടെ ഉള്ളത് കിവി പൂട്ട്. കിവി ഈ വള്ളിയായിട്ടുള്ളത് കിവി. ഈ വള്ളിയല്ലേ കിവി? ഇതിൻ്റെയൊക്കെ ഇതൊക്കെ എന്ത് ചേച്ചി? ഇത് ഓ ഡാലി. ആ ഡാലിയാണല്ലേ. പൂവിൻ്റെ ഒക്കെ ഒരു വലിപ്പം നോക്കണേ. ആ ഈ ഒരു കാലാവസ്ഥയുടെയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ചെടിയാണ്. നല്ല രസമുണ്ട്. ഈ ചേച്ചിയാണ് നമുക്കെല്ലാം. ചേച്ചിയുടെ പേരെന്താ ചേച്ചി? രശ്മി. ആ ചേച്ചിയാണ് ഇതെല്ലാം നമുക്ക് വിശദീകരിച്ച് തരുന്നത്. ആ മരത്തക്കാളി. ആ ഞാൻ കഴിച്ചായിരുന്നു. ഡാൻസിങ് ലേഡി. ഓ ഇതിങ്ങനെ കമന്ന് കിടക്കുന്ന പോലെ അല്ലേ? ഡാൻസിങ് ലേഡി. കൊള്ളാം കേട്ടോ. ഇത് കാണാൻ നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഇപ്പം നമ്മളാ മോളിൽ പോയ കുങ്കുമപ്പൂ കാണുമ്പോൾ അവിടെ പറഞ്ഞില്ലായിരുന്നു മറ്റേ ആപ്പിൾ മരത്തിൽ ഇലയൊന്നും ഇല്ലെന്ന്. ഇപ്പോൾ സീസൺ. ഇപ്പം ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ ഒരു 3 ആപ്പിള് നിൽപ്പുണ്ട്. ഇത് കണ്ട 3 ആപ്പിൾ. അത് കുറച്ച് ദൂരമായിട്ടാണ് നിൽക്കുന്നത്. ബാക്കിയെല്ലാം ഇത് കണ്ട. ഇതൊക്കെ ആപ്പിൾ മരങ്ങളാണ്. എല്ലാത്തിൻ്റെ ഇല പൊഴിഞ്ഞ് നിൽക്കുകയാണ്. ഈ മരം പോലെ കാണുന്നത് പൈനാപ്പിൾ ഗോവ. അതായത് പൈനാപ്പിളിൻ്റെ ആ ടേസ്റ്റുള്ള പേരയ്ക്ക. ഓ അതൊക്കെ ആദ്യമായിട്ടാണ്. ഇത് ഫ്രൂട്ട്സ് ഒന്നും പറിക്കാൻ പറ്റത്തില്ല. അറിയില്ല. ഓ അപ്പോൾ അത് പഴുത്ത് വീഴണം. പഴുത്ത് വീണാലേ അതിൻ്റെ കറക്റ്റ് പാകമാണെന്ന് അറിയാൻ പറ്റും. എന്ത്? ചൈന പേരയ്ക്ക. ഏത്? ഇത് ഇതെല്ലോ സപ്പോട്ട. ഏതാ? ഇതല്ലേ? ഇത് റാസ്ബെറി. ഓ അതെ അതിൻ്റെ അകത്ത് കായുണ്ട്. കണ്ട പഴമുണ്ട്. ഇത് റാസ്ബെറിയാണ്. പക്ഷെ ഇതിനകത്ത് ആ സീസൺ സമയത്ത് വന്നിരുന്നെങ്കിൽ എല്ലാം ഇങ്ങനെ കാഴ്ച നിൽക്കുന്നത് കാണാമായിരുന്നു അല്ലേ ചേച്ചി? ചേച്ചി ഇത് നമ്മൾ അവിടെ കണ്ട ബട്ടില ഇവിടെ കുറച്ചൊരു വലിയതാണ് കേട്ടോ. ആ ബോട്ടിൽ ബ്രഷ്. അതാണ് നല്ല രസമുണ്ട് കാണാൻ. ഇതൊരു 11 വൈൻ അല്ലേ? 11 വൈൻ. കറക്റ്റായിട്ട് പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതുകൊണ്ട് വൈൻ ഉണ്ടാക്കാം, ജാം ജ്യൂസ് ഉണ്ടാക്കാം, അച്ചാർ. ഇതെങ്ങനെ പഴുത്ത് വരും? ഇതിപ്പോൾ പച്ചയല്ലേ? ഓഹോ ഹോ ഹോ. അല്ല ഈ ഫെൻസിങ് വെച്ചൊക്കെ ചേച്ചി പറഞ്ഞു ഇവിടെ ആനയൊക്കെ വരുന്നതാണ്. ആന കാട്ടുപന്നിയൊക്കെ അല്ലേ? ഓഹോ ഹോ. ഓ പീക്ക്നട്ട്. ഓ അതായിരിക്കും പേര് പീക്ക്നട്ട്. മുരിങ്ങക്ക പോലെ ഉണ്ടാകുന്ന ഒരു ഇതാണ്. ഈ ചട്ടിയിൽ വെച്ചേക്കുന്നത് ബ്ലൂബെറിയാണ്. ഓഹോ ഹോ. ഇത് ഉണ്ടായിട്ടില്ല, ഇത് വെച്ചതേ ഉള്ളല്ലേ? ഓ അത് ശരി. ഇതെല്ലാം ആപ്പിൾ, ആറഞ്ച്, ബ്ലാക്ക്ബെറി, പീച്ചി എല്ലാം ഉള്ളതാ. ഓഹോ ഹോ ഹോ. ഇതിന് ഈ ഒരു കളറാണ് പഴം കഴിക്കാൻ പറ്റും. കല്ലായിട്ടുള്ള പഴം കഴിക്കാനുള്ള തന്നെ ഉള്ളിൽ കുറുകുറിന് കല്ലിരിക്കും. അത് തന്നെ പഴുത്ത് വരുന്നു. അതെടുത്ത് പാലില് ചുടുവെള്ളത്തിൽ കുടിക്കാൻ നമുക്ക് കിസ്നിറ്റോണ് മൂത്രക്കല്ലൊക്കെ ഉള്ളതാ. ഓ ഇതിന്റെ പേരാണ് കല്ലുരുക്കി വാഴ.
അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കല്ല് പോലെ ഇരിക്കുന്നത് ഇത് നമുക്ക് ഇതിങ്ങനെ പാലിൽ തന്നെ പഴുക്കണമല്ലേ? ഓ പഴം കളിക്കാം, അത് കല്ലെടുത്ത് പൊടിച്ച് പാലിൽ കുടിക്കണമെങ്കിൽ പാലിൽ കുടിക്കുക, ചൂടുവെള്ളത്തിൽ കുടിക്കുക, ചുമ്മാ കളിക്കുന്നവർ നല്ല കളിച്ച് നോക്കാം. ഓ കിഡ്നി സ്റ്റോണൊക്കെ നല്ലതാണെന്നാണ് പറഞ്ഞത്. നമുക്ക് പാലിലോ ഇതൊക്കെ കലക്കി കുടിക്കാം. പാലിലോ വെള്ളത്തിൽ എങ്ങനെയാണല്ലോ. ഇതിനകത്തിട്ട് ഇങ്ങനെ ഒരു വഴി ഇതെൻ്റെ കൂമ്പ് നോക്കി. ഈ കാണുന്ന ലിച്ചി മരമാണ്. ഇതിൻ്റെ അകത്തും ഇതെല്ലാം പിടിച്ച് വരുന്നതേ ഉള്ളൂ. ഇത് കണ്ട ലിച്ചി. പിന്നെ ദേ അവിടെ ഓറഞ്ച് നല്ല അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. ഓറഞ്ച്. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന മാതളമാണ്. അപ്പോൾ ഇവിടെ വരും. ഫാം വിസിറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളൊരു ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഒക്കെ വരണം അല്ലേ ചേച്ചി? എന്നാൽ മാത്രമേ ഇതൊക്കെ ഒരു കായായിട്ട് എനിക്കത് കാണാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ജസ്റ്റ് ആ മരങ്ങൾ മാത്രമേ കാണും. ഓ ഇത് ആപ്പിളിൻ്റെ പൂവാണല്ലേ അത്? വളവിട്ടിട്ട് ഓ വവ്വാല് മറ്റേ നമ്മുടെ ഇതിനൊക്കെ ഇടുന്ന പോലെ. ഓഹോ ഹോ ഹോ വല ഇട്ടിട്ട് ഏതാ? ഇല ഉണ്ടാകില്ല, ഇല അപ്പുറം ഉണ്ടാകും. ഇല ആദ്യം പൂവാണ് ഉണ്ടാകുന്നത്. ഓഹോ ഹോ ഇത് മാതള നാരങ്ങ, ഉറുമാമ്പഴം. ഓ ഇതേ മാതള നാരങ്ങ ദേ നിൽക്കുന്നു. ഇവിടെ കണ്ട മാതള നാരങ്ങ. ദേ ഇത് കണ്ട പാഷൻ ഫ്രൂട്ട് നിൽക്കുന്നത്. ഇത് കാന്തല്ലൂർ പാഷൻ ഫ്രൂട്ട്. നമുക്ക് നോക്കണം, ടേസ്റ്റ് ചെയ്യാൻ തരാമെന്ന് പറയാം. നമുക്ക് നോക്കാം. ഇതിലെല്ലാം ഓറഞ്ച് ഇഷ്ടംപോലെ നിൽപ്പുണ്ട് കേട്ടോ. ബാക്കി ഒറ്റ ഫ്രൂട്ട് സത്യം പറഞ്ഞാൽ ഇല്ല. ഇത് ഈ കാണുന്നത് അവക്കാഡോ ആണ്. ഇത് കുറച്ച് നിൽപ്പുണ്ട് കേട്ടോ. പക്ഷേ ആ സൺഡേ ഗ്ലെയർ അടിക്കുന്ന കാരണം കാണാൻ പറ്റും, നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അത് അവക്കാഡോ ആണ്. പിന്നെ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു, വെള്ള സപ്പോർട്ടല്ലേ ചേച്ചി. അത് പഴുത്ത് കഴിയുമ്പോഴത്തേക്കും വൈറ്റ് കളറാവും അതിൻ്റെ ഇത് നോക്കട്ടെ ഇവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന്. ഇത് കണ്ടേ അവക്കാഡോ. ചേച്ചി ഓറഞ്ച് എങ്ങനെ? ഓറഞ്ചൊക്കെ പറിച്ച് വെച്ചിരിക്കുന്നു. ഒരു പാഷൻ ഫ്രൂട്ട് ചേച്ചി. ഒരു കിലോ ഓറഞ്ച്. 1 കിലോ ഓറഞ്ച് അല്ല, ഓർഗാനിക് ഓറഞ്ചാണ്. അതാണ് കുറച്ച് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകണം. എന്തായാലും അടിപൊളി ഒരു ഫ്രൂട്ട്സ് ഗാർഡൻ കാണാൻ പറ്റും. ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ ചേച്ചി പറഞ്ഞതുപോലെ സീസൺ ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ സമയത്തൊക്കെ ആയത് കാരണം ഇപ്പോൾ ഫ്രൂട്ട്സ് ഒന്നുമില്ല. ഇപ്പം നിലവിൽ ഇപ്പം അവിടെ വിൽക്കാനുള്ളത് ഓറഞ്ചും മൊസമ്പി പിന്നെ പാഷൻ ഫ്രൂട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ 1 കിലോ ഓറഞ്ച് മേടിച്ചു. 1 കിലോ ഓറഞ്ചിന് 80 രൂപ, മൊസമ്പിക്ക് 80 രൂപ, പാഷൻ ഫ്രൂട്ടിന് 150 രൂപ എന്ന് പറഞ്ഞു. പാഷൻ ഫ്രൂട്ട് നമ്മൾ വട്ടവടയിൽ നിന്ന് മേടിച്ച് ആ ഒരു ടേസ്റ്റ് തന്നെ എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ നല്ല മധുരം. വട്ടവടയിൽ അതുപോലെ തന്നെ ആയിരുന്നു, നല്ല മധുരമുണ്ട്. അപ്പോൾ ഇനി ഞാൻ നേരെ തിരിച്ച് ടൗണിലോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ കാന്തല്ലൂർ ഇത്രയേ ഉള്ളൂ. എന്നുവെച്ചാൽ ടൗണിൽ നിന്ന് ഈ ഒരു കയറ്റം കയറി ഇവിടെ വരിക. അവിടെ ഒരു പെരുമല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ അമ്പലമൊക്കെ കണ്ട ഗ്രാമത്തിൻ്റെ പേരാണ് പെരുമല. ചേച്ചി പറയുന്നത്, ചേച്ചി ആ ഗ്രാമത്തിലുള്ള പെരുമല കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കാന്തല്ലൂർ അവിടെ തീരുകയാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ ടൗണിലേക്ക് കാന്തല്ലൂർ ടൗണിൽ പോയെത്തും. കാന്തല്ലൂർ ടൗണിൻ്റെ അവിടെ നിന്ന് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഡാമിൻ്റെ പണി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് 1/2 കിലോമീറ്റർ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതും ഒന്ന് പോയി കണ്ടിട്ട് തിരിച്ച് റൂമിൽ വന്ന് ഫോണൊന്ന് കുറച്ച് നേരം കുത്തിയിടുക, ചാർജ് ചെയ്യുക, ഇറങ്ങണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ കോടയുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നല്ലതുപോലെ കോട ഇറങ്ങും. അപ്പോൾ അതിനുമുമ്പേ നമുക്ക് ഈ ഒരു ഏരിയ കഴിയാനായിട്ട് കുറച്ച് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. ഇതാണ് പറഞ്ഞ ഡാം, പട്ടിശ്ശേരി ഡാം എന്നാണ് ഇത് ഡാമിൻ്റെ പേര്. ഇതിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഡാമിൻ്റെ പണി നടക്കുന്നത് കാണാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറുക. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടിയൊന്നും കയറ്റി വിടത്തില്ല, നമുക്ക് നടന്ന് വേണേൽ വന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ അങ്ങോട്ടൊക്കെ പോയാലൊന്നും കാഴ്ചകളൊന്നും കാണാനില്ല. ഈ ഡാമിൻ്റെ പണി നടക്കുന്നത് ഭാവിയിൽ ഇതൊക്കെ ഒരു ഡാം ആകുമ്പോഴത്തേക്കും പറയാലോ, ഇതിൻ്റെ പണി നടന്ന സമയത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണിത് കോടയൊക്കെ ഇറങ്ങി തുടങ്ങുന്നത്. എത്രയും പെട്ടെന്ന് റൂമിലെത്തുക, പാക്ക് ചെയ്യുക, താഴോട്ടിറങ്ങണം. അങ്ങനെ ഞാൻ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. ഇപ്പം ഒരു 11 മണി ആയിട്ടുണ്ട്. നമ്മൾ കാന്തല്ലൂർ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ തിരിച്ച് ആദ്യം നമ്മൾ കാണാനുള്ളത് ഭ്രമരം വ്യൂ പോയിൻറ്റ്. ഞാനത് ഇന്നലെ ദൃശ്യം വ്യൂ പോയിൻ്റ് എന്നാണ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നിയിട്ടാണ്, അത് തെറ്റിപ്പോയതാണ്. അപ്പോൾ ഇവിടെ ഭ്രമരം ഷൂട്ട് ചെയ്ത ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. കോടയൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പേ നമുക്കെല്ലാം കവർ ചെയ്യണം. പിന്നെ ഞാൻ ഇന്നലെ നമ്മുടെ വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞത് മൂന്നാർ തൊട്ട് മറയൂർ കാന്തല്ലൂരുള്ള കാഴ്ചകളൊക്കെ കവർ ചെയ്യാനായിരുന്നു. പക്ഷേ കോടയൊക്കെ പല സ്ഥലത്ത് ഇറങ്ങി കാരണം പല വിഷ്വൽസും നമുക്ക് മിസ്സായി. അപ്പോൾ അത് കാരണം ഞാൻ അത് അവിടെ തൊട്ട് ഇവിടം വരെയുള്ള കാഴ്ചകൾ നമ്മൾ എടുത്തതും ഈ കാന്തല്ലൂർ മറയൂർ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്യുകയാണ്. കാരണം നമുക്ക് അങ്ങോട്ട് പലതും മിസ്സായില്ല, ഇങ്ങോട്ട് പലതും മിസ്സായില്ല. അപ്പോൾ നമുക്ക് നേരെ ഭ്രമരം വ്യൂ പോയിന്റിലോട്ട് പോകാം. അവിടെ മെയിൻ റോഡിൽ നിന്ന്
കുറച്ചൊന്ന് താഴോട്ടിറങ്ങി വരാൻ നേരത്ത് കാന്തല്ലൂർ പഞ്ചായത്ത് ഓഫീസ് കാണാം. പഞ്ചായത്ത് ഓഫീസിന് അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് ഒരു വഴിയുണ്ട് താഴോട്ടിറങ്ങി. അപ്പോൾ ആ വഴിയാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങോട്ട് ബോർഡ് കാണാം, ഭ്രമരം വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇവിടെ താഴോട്ടിറങ്ങി പിന്നെ കയറണമെന്ന് തോന്നുന്നു കേട്ടോ, അറിയില്ല. നമ്മൾ ആ റോഡിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അടുത്ത് വരാൻ നേരത്ത് റൈറ്റിലോട്ടൊരു ആരോ കാണാം, വ്യൂ പോയിൻറ്റ്. അപ്പോൾ അതേ ഇതാണ്. ഇച്ചിരി താഴോട്ടിറങ്ങി വരണം. ഇറങ്ങി വരാൻ നേരത്ത് ഇവിടെ ഒരു ചെറിയ കട കാണാം. നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കി, കാരണം അങ്ങോട്ട് പ്രൈവറ്റ് വെഹിക്കിൾസ് വിടത്തില്ല, ജീപ്പൊക്കെ പോകും. അപ്പോൾ അവിടെ ഒരുപാട് ആളുകളുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. സൂപ്പർ വ്യൂ അല്ലേ? ഇവിടെ എന്തോ കുടില് പോലെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ സ്റ്റേ വല്ലതും ആണോ എന്തോ സംഭവം എന്ന് അറിയത്തില്ല, എന്തോ സംഭവം ഉണ്ടോ അവിടെ ചോദിക്കാം, തിരക്കാം നമുക്ക്. ഇവിടുത്തെ ഒരു അടിപൊളി ഏറുമാടമുണ്ട്, പക്ഷെ അതിലൊക്കെ ആളുകൾ കയറി ഒക്കുപ്പ് ചെയ്തേക്കുക. അത് കാരണം അതും പെണ്ണുങ്ങൾ തന്നെ. അങ്ങോട്ട് കയറാൻ പറ്റുമെങ്കിൽ ഒന്ന് കയറി മുകളിലത്തെ വ്യൂ എടുക്കണം. പിന്നെ അത് അവിടെയുണ്ടൊരു ഏറുമാടം. ഇവിടെ ഒരു ചെറിയൊരു കടയുണ്ട്, ജീപ്പുകളിൽ ഇവിടെ നിർത്തിയിട്ടേക്കുക. ഇവിടെ ഒരു കടയുണ്ടല്ലോ, കടയപ്പോൾ 2-3 കടകളുണ്ട്. അപ്പോൾ ഇതാണ് ജീപ്പുകളുടെ പാർക്കിംഗ്. പ്രൈവറ്റ് വെഹിക്കിൾസ് അലൗഡല്ല. അപ്പോൾ ജീപ്പിലൊക്കെ പറഞ്ഞു ഇവിടെ വരാം. ഇത് കൊള്ളാം കേട്ടോ, ഈ ഒരു കടയെ നല്ല രസമുണ്ട്. പുല്ലുമേഞ്ഞ് താഴെ ഷീറ്റുണ്ട്, പക്ഷെ എന്നാലും ആ പുല്ലുമേഞ്ഞേക്ക് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഇതിപ്പോൾ ഞാനൊരു എൻഡിലായിട്ട് വന്നതാണ്. ഇവിടെ ഇപ്പം അങ്ങോട്ട് ഒന്നുമില്ല, കാട് പിടിച്ച് കിടക്കുക. ഒരു വഴി പോലെ കാണുന്നുണ്ട്. കോട നോക്കി ഇവിടെ എല്ലാ ടെൻ്റല്ല ഏറുമാടത്തിലേക്ക് ആളുകൾ കയറുകയാണ്. പക്ഷേ നമുക്കത് ആ എൻഡിലൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടം വരെ ഉള്ളൂ, ഇനി അങ്ങോട്ട് കാടാണ്. ഇവിടെ കണ്ടൊക്കെ കല്ലൊക്കെ കൂട്ടിയിട്ടപ്പോണ്ട് എന്താ സംഭവം എന്നറിയില്ല. കണ്ടില്ലേ ഇവിടെ കഴ, അവിടെ ഒരു ഷെഡുണ്ട്, അത് അതിൻ്റെ അകത്ത്. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല, കാരണം ഇവിടെ വേലി കെട്ടി തിരിച്ചേക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ കയറിയിട്ടൊരു വ്യൂ നോക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ മുകളിൽ നിൽക്കുന്നു, മുകളിലോട്ട് കയറുന്നു. വേറെ ഒരു ഗ്രൂപ്പ് താഴെ നിൽക്കുന്നു, അവരെ ഇറങ്ങിയിട്ട് കയറാൻ. അത് പിള്ളേരെ. അപ്പോൾ എന്തായാലും കയറാൻ പറ്റും തോന്നില്ല. അവിടെ എല്ലാവരും ഇറങ്ങിയെന്ന് തോന്നേ, അങ്ങോട്ട് ഞാനൊന്ന് പോകാം. ഞാൻ ഇത്രയും കയറി വന്ന്, അതിനകത്ത് 7 പേര് മാത്രമേ അലൗഡുള്ളൂ. നമുക്ക് മുകളിലോട്ട് കയറാം. അങ്ങനെ ഞാൻ ഏറുമാടത്തിൻ്റെ മുകളിൽ കയറി. നമ്മൾ വന്ന വഴി അതാണ് നമ്മൾ കണ്ട 2 കുടിൽ പോലെ കണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് ഫ്രൂട്ട്സൊക്കെ ഇരിക്കുന്നത്. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. അവിടെ എന്തോ കൃഷിയുണ്ട്. പിന്നെ ഇതാണ് അപ്പുറത്ത് കാട്. അവിടെ വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ഇവിടെ കയറി നന്നായില്ലേ, അത് മിസ്സായാലായിരുന്നു. അപ്പോൾ ഇതതിൻ്റെ 360 ഡിഗ്രി വ്യൂ ആണ്. നമ്മൾ മറ്റേ കണ്ട ഏറുമാടം ഇല്ല അവിടെ, അതാ ഏറുമാടം. ജീപ്പൊക്കെ നിൽക്കുന്നുണ്ടല്ലേ. ഇതാദ്യം വന്ന കട, കണ്ടാ കട ഇതാണ്. മൊത്തം ഇങ്ങനെ ഇങ്ങനെ ആണിയൊക്കെ അടിച്ച് വെച്ചേക്കുക. ചെറിയൊരു പേടി, ഇതിൽ ഇറങ്ങുന്നൊരു ടാസ്ക്കാണ്. ഞാനിപ്പോൾ എന്തായാലും ആ വ്യൂ പോയിൻറ്റിലോട്ട് പോട്ടെ. ഇതുണ്ടതേ ഇറങ്ങേണ്ട വഴി ഇതാ. അണച്ച് കയറി ഇറങ്ങി വന്നപ്പോഴത്തേക്കും. അപ്പോൾ ഇതാണ് വ്യൂ പോയിൻറ്റിലേക്ക് പോകുന്ന വഴി. സത്യം പറഞ്ഞാൽ ഏറുമാടത്ത് ഞാൻ കയറിയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ വ്യൂ പോയിൻ്റ് ഉണ്ടെന്നുള്ള ഉള്ളവരെ ഞാൻ അറിയത്തില്ലായിരുന്നു. അവിടെ ഒരു കുടിലുണ്ട്, നല്ല രസമുണ്ടല്ലേ. ഇവിടെ നെല്ലിക്ക കൃഷിയുണ്ടോ? ഇവിടെ ഒരു കടയുണ്ട് വ്യൂ പോയിൻറ്റിലോട്ട് പോകുന്ന വഴിക്ക്. എനിക്ക് തോന്നുന്നു ആ കാന്തല്ലൂർ ടൗണിൽ നിന്ന് നമ്മുടെ അമ്പലത്തിന് അങ്ങോട്ട് പോകുന്ന വഴിക്കും ഏതോ കടയിൽ നെല്ലിക്ക കണ്ടായിരുന്നു ഇങ്ങനെ കവറിൽ. അപ്പോൾ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു ഇവിടെ നെല്ലിക്ക കൃഷി ഉണ്ടോ എന്ന്. ആ കാണുന്ന വ്യൂ പോയിൻ്റ് തോന്നുന്നു. നല്ല വ്യൂ. ഇതങ്ങോട്ട് കുറച്ച് പോകാനുണ്ട് കേട്ടോ. എൻ്റെ അമ്മോ, അടിപൊളി വ്യൂ. അങ്ങൊക്കെ ആളുകൾ നിൽപ്പുണ്ട്. അവിടെ വരെ പോവാം. ഓ മൈ ഗോഡ്, വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ. എന്ത് അടിപൊളി വ്യൂ അല്ലേ. ഇതങ്ങോട്ട് ഇങ്ങനെ ചരിഞ്ഞ് കിടക്കും. ആളുകൾ വേണമെങ്കിൽ നടന്നൊക്കെ അങ്ങോട്ട് പോകാം, പിള്ളേർ സെറ്റൊക്കെ ആണെങ്കിൽ. നല്ല സൂപ്പർ വ്യൂ അല്ലേ. അവിടെയും കൂടി ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം. അവിടെ കണ്ട ഒരു ഓപ്പണായിട്ട്, പിന്നെ ഇപ്പുറത്ത് കാട് പോലെ ഇടയ്ക്കിടയ്ക്ക് വീടുകൾ, നല്ല രസമുണ്ട് കാണാൻ. ഇതിപ്പോൾ നമ്മൾ കുറച്ചുകൂടി അടുത്ത് വന്നിട്ടുള്ളൊരു വ്യൂ ആണിത്. സൂപ്പർ അല്ലേ.
ഞാൻ ആ വ്യൂ പോയിന്റിലോട്ട് പോയപ്പോൾ കണ്ട ആ കടയാണ്. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഒന്ന് കയറുത്. ഇത് നോക്കിയാൽ പപ്പായയുടെയൊക്കെ വലിപ്പം, എന്ത് വലിയ വലിപ്പമല്ലേ, ഭയങ്കര സൈസുള്ള പപ്പായ സെറ്റ്. പിന്നെ അതിവിടെ നെല്ലിക്ക നമ്മൾ അങ്ങോട്ട് പോയി നോട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞേ ഇതിവർ ഈ കാട്ടിൽ പോയിട്ട് കയറി പറിക്കുന്നതെന്നാണ് പറഞ്ഞത്. നാച്ചുറലായിട്ടുള്ളതാണ്, അവർ കൃഷി ചെയ്യുന്നതല്ല. ഇത് ആ നെല്ലിക്ക ഞാൻ ഒരു കിലോ മേടിച്ച് 50 രൂപയാണ്. ഇത് നമ്മൾ ആ വരുന്ന വഴി കണ്ടില്ലായിരുന്നു, ആ ഒരു എന്തോ ഫ്രൂട്ട്സിൻ്റെയൊക്കെയാണെന്ന് പറഞ്ഞത്. നല്ല രസമുണ്ട്. നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന ആ ഒരു പുല്ലൊക്കെ മേഞ്ഞൊരു വീട് പോലെ. ഇവിടെയും കൃഷിയാണ്, നല്ല രസമുണ്ട് ഇത് കാണാൻ. ഈ ഒരു ഇതിനകത്ത് നെല്ലിക്ക, പേരയ്ക്ക, പാഷൻ ഫ്രൂട്ട് എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇത് മഡാണ്, നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഒരു യൂക്കാലിഡയാണ്, എന്തോ ഒരു നല്ല സ്മെല്ലുണ്ട്. ഇത് ഫോട്ടോസിലൊക്കെ കാണുന്ന ടൈപ്പ് അതേപോലെ ഒരു വീട്, നല്ല രസമുണ്ട്. നല്ല ഇത് ഇവിടം വരെ ഉള്ളു. എന്താ ഒരു ഭംഗിയല്ലേ, നല്ല രസമുണ്ട് ഇത് കാണാൻ. ഭയങ്കര കാമാൻ ക്വയറ്റായിട്ടുള്ള പീസ്ഫുള്ളായിട്ടുള്ള ഒരു വീടിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ അല്ലേ, ആ ഒരു ഫീലാണ്. പക്ഷെ വേറെ ശല്യങ്ങളൊന്നും ഇല്ലാതെ ഈ പ്രകൃതിയോടെ ഇണങ്ങി നിൽക്കുന്ന വീടുകളൊക്കെ ഇല്ലേ, കൂടുതൽ ഇങ്ങനത്തെ വീടുകളൊക്കെ ഞാൻ ഫോട്ടോസിലൊക്കെ വരച്ചേക്കുന്നൊക്കെ കണ്ടിട്ടുള്ളൂ, അതുപോലത്തെ ഒരു വീട്. ഞാനിപ്പോൾ ഭ്രമരം വ്യൂ പോയിൻ്റിൽ നിന്ന് തിരിച്ച് മെയിൻ റോഡിലോട്ട് കയറി. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് വരാൻ നേരത്ത് ലെഫ്റ്റിലോട്ടൊരു നമ്മൾ ഭ്രമരം വ്യൂ പോയിൻറ്റിലോട്ട് പോയതുപോലെ തന്നെ ഒരു താഴോട്ടൊരു വഴിയുണ്ട്. അപ്പം ജീപ്പുകൾ പോകുന്നതിന് ഡൗട്ട് വന്നിട്ടാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിലെ പോകുമ്പം വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനം വെള്ളച്ചാട്ടമുണ്ട്. വെള്ളത്തിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. കാന്തല്ലൂർ വാട്ടർഫോൾസ് ആണെന്ന് തോന്നുന്നു, അങ്ങനത്തെ ഒരു കണ്ടതായിട്ട് എനിക്ക് സംശയം മാപ്പിൽ നോക്കിയപ്പോൾ. ദൈവമേ, ആ വെള്ളച്ചാട്ടത്തിലൂടെ ഒന്ന് വഴിയത് ഇവിടുന്ന് ഇങ്ങനെ കുറേ ദൂരം ഇതുപോലെ. ഞാൻ അറിഞ്ഞില്ല ഇത്ര ഓഫ് റോഡായിരിക്കുമെന്ന്. ഓഫ് റോഡ് വെച്ചിട്ട് ചെളിയാണ്, തെന്നും സ്കിഡാകുന്നുണ്ട്. ഞാനാണ് ഓടിച്ച് ഇവിടെ വന്നിട്ട് വണ്ടി ഇവിടെ ഒതുക്കി. പക്ഷേ ഇതിന് വളവിനപ്പുറത്തെ കണ്ടാന്ന് പറഞ്ഞേ. പക്ഷേ ആ ഒരു കുറച്ച് പോകാൻ ഇവിടുന്ന് കുറച്ച് മേളിലായിട്ട് വരെ നല്ല റോഡാണ്. നമുക്ക് മുകളിൽ നിന്ന് കുറച്ച് താഴോട്ട് വരാനുണ്ട്, 2 മൂന്നിലോട്ട് താഴോട്ട് വരാനുണ്ട്. പക്ഷെ എന്നാലും ഈ ഒരു ഏരിയ എത്തുന്നതിന് മുമ്പ് അത്യാവശ്യം നല്ല റോഡാണ്. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് ഇത് കണ്ടേ, ഇതുപോലെ ഭയങ്കര ഇതായിട്ട് അപ്പുറത്തൊക്കെ. ഞാനതാണ് വണ്ടി ഇവിടെ ഒതുക്കി, അല്ലെങ്കിൽ എവിടെയെങ്കിലും മറിഞ്ഞ് വീഴും. സ്കിഡാകുന്നുണ്ട്. ഇതേ ആ കാണുന്നതാണ് വാട്ടർഫോൾസ്, കച്ചാരം വാട്ടർഫോൾസ് അല്ലെങ്കിൽ കാന്തല്ലൂർ വാട്ടർഫോൾസ്. ഇതേ ജീപ്പുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ബൈക്ക് എന്തായാലും നിർത്തി നന്നായി, അല്ലെങ്കിൽ ബൈക്കിൽ ഇങ്ങോട്ട് വരാൻ പാടാ, ഫുള്ള് ചെളിയാണ്. ഇത് ആക്ച്വലി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞത്. ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് 10 രൂപ, പിന്നെ ജീപ്പിന് 50, പിന്നെ പ്രൈവറ്റ് വെഹിക്കിൾസിൽ വരാം, നമുക്ക് സ്വന്തം വണ്ടിയാണെങ്കിലും വരാം. പക്ഷേ റോഡ് മോശമാണ്, വരുന്നതിന് അവർക്ക് 100 രൂപ. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രൈവറ്റ് വണ്ടി വരാതിരിക്കുന്നതല്ലേ. ഒന്നാമത് ഇവിടുന്ന് ഇറങ്ങാൻ പാടില്ല, ജീപ്പുകളുടെ ബഹളം നോക്കി. ഇതെല്ലാം വെള്ളച്ചാട്ടത്തിന് അടുത്തൊന്നും ചേരട്ടെ. ഇതാണ് കച്ചാരം വാട്ടർഫോൾസിൻ്റെ വ്യൂ. നോക്കിയ ആളുകൾ, ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും അവിടെ മുകളിൽ നിന്ന് കുളിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട്. വെള്ളം ഇങ്ങനെ ഒഴുകി താഴോട്ട് പോവുക. ഇവിടെയൊക്കെ ആളുകൾ കുളിക്കുന്നുണ്ട്. സ്കിഡായിക്കഴിഞ്ഞാൽ താണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള റോഡുകളിൽ ഒന്നായിപ്പോയത്. ശരിക്കും വിയർത്ത് കേട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് റോഡ് ഭയങ്കര മോശമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ പാറക്കല്ലുകൾ, ഇങ്ങനെ ഉരുളൻ കല്ലുകൾ, അതിൻ്റെ കൂടെ ചെളിയും. എപ്പോഴും ഇതേ അവസ്ഥയാണോ എന്ന് അറിയത്തില്ല, മിക്കവാറും ആയിരിക്കും. ഇത് മഴയെങ്ങാട്ട് പെയ്തല്ലേ, ഇവിടെ മഞ്ഞല്ലേ, എന്തായാലും ആ ഒരു ഈർപ്പമൊക്കെ കാണുമായിരിക്കുമല്ലോ. പെയ്ത് ചെളി, എത്ര പ്രാവശ്യം വണ്ടി സ്കിഡ് ചെയ്ത് വെച്ചില്ല. അങ്ങോട്ട് പോയപ്പം ഇത്രക്കാലം റിസ്ക് ആയിരുന്നു. ഇങ്ങോട്ട് വണ്ടി കയറണ്ടേ, കിടന്ന് ഉരുളുക കിടന്ന്. ഞാൻ അങ്ങോട്ട് പോയി അവിടെ എത്തിയപ്പോഴത്തേക്കും കുറേ ജീപ്പുകളൊക്കെ പാസ് ചെയ്തൊക്കെ പോയായിരുന്നു. അപ്പോൾ ഒരു ടീമിനോട് ചോദിച്ചു, അവസാനം എത്തിപ്പെട്ടില്ല. ഞാൻ പറഞ്ഞാൽ എത്തിപ്പെട്ടു, പക്ഷേ ഇത് തിരിച്ചു പോകുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് വിചാരിച്ചിരിക്കുക. അതിൽ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ കയറി വന്നത്. അതുകൊണ്ട് സ്വന്തം വണ്ടി പോകാമെന്നുള്ള പ്ലാൻ ഉപേക്ഷിക്കുന്നതല്ല. സ്വന്തം വണ്ടി തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസുള്ള വണ്ടി എന്ന് പറഞ്ഞാലും നമ്മുടെ വണ്ടിക്ക് നല്ല പണി കിട്ടും.
ജീപ്പ് ഹയർ ചെയ്ത് പോകുന്ന ഇവിടെയും നല്ല നമ്മൾ വട്ടവട പറഞ്ഞ പോലെ തന്നെ. ഓ നല്ല ഇതാണ്. പക്ഷെ അങ്ങോട്ട് ചോദിച്ചാൽ പറഞ്ഞ പ്രൈവറ്റ് വെഹിക്കിൾ പോകുമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ അവിടെ വണ്ടി തിരിക്കാനും സ്ഥലമില്ല. ഏതായാലും വണ്ടിയും കുറേ ബാക്കിൽ വെച്ചിട്ട് നടന്നും പോയി. അതേതായാലും നന്നായി ശരിക്കും സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഇങ്ങോട്ട് പോകുന്നൊരു ശർക്കര ഫാക്ടറി ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഏതെങ്കിലും അവിടെ കയറാൻ പറ്റുമെങ്കിൽ കയറാം. നമ്മൾ അതിലേ വന്നതേ കീഴാന്തൂർ പാലം. അത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലൊരു ബോർഡ് കണ്ട് അരുമ്പുളി വാട്ടർഫോൾസ് കീഴാന്തൂർ. അപ്പോൾ ഇതിലെ അങ്ങോട്ട് പോകണം. ഓ ഇതാണ് അരുമ്പുളി വാട്ടർഫോൾസ്. പക്ഷേ ഇത് മുകളിൽ നിന്നുള്ള വ്യൂ ഉള്ളൂ, താഴെ അവിടെ വ്യൂ പോയിൻ്റ് ഒന്നും കാണുന്നില്ല. പക്ഷേ ഇതിലെ ബാക്കിലത്തെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഈ വ്യൂ അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ വെള്ളച്ചാട്ടം ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. താഴെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു ഞാൻ കീഴാന്തൂർ വാട്ടർഫോൾസ്. നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടമായിരുന്നു തന്നെ. പക്ഷേ അത് മുകളിൽ നിന്നുള്ള ഇതാണ്. അതിങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ കാണാം. അത് അത്യാവശ്യം നല്ല താഴ്ചയിലാണ്. അപ്പോൾ താഴെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. പിന്നെ വെള്ളവും കുറവാണ്. എല്ലാവരും ആ തട്ടിക്കൂടി വെള്ളം ഇങ്ങനെ ചാടിപ്പോൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ ഞാൻ കീഴാന്തൂർ ജംഗ്ഷനിലെത്തി. അവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് വ്യൂ പോയിൻറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ ഇതിലേ നമുക്ക് കച്ചാരം വാട്ടർഫോൾസിലോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ എവിടെ ചെന്നിട്ട് നടന്നു പോകണം. എനിക്കൊന്ന് അതായിരിക്കണം കച്ചാരം വാട്ടർഫോൾസിൻ്റെ അവിടുന്ന് ഒരു ഓപ്പോസിറ്റ് അല്ല, അതിൻ്റെ സൈഡിൽ കൂടി നമ്മൾ വന്ന വഴിയുടെ ഓപ്പോസിറ്റായിട്ട് ഒരു വഴി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതായിരിക്കണം. ഇതാണ് വ്യൂ പോയിൻ്റ്. ഓ താഴെ റോഡ് കണ്ടോ? നമുക്കിനി പോകേണ്ട റോഡ് വല്ലതാണെന്ന് അറിയത്തില്ല. കൊള്ളാം കേട്ടോ, അങ്ങ് വരെ കാണും. പക്ഷെ അങ്ങൊക്കെ മൂടിക്കിടക്കുകയാണ് മഞ്ഞ് കാരണം. അവിടെ എന്തോ വെള്ളച്ചാട്ടത്തിൻ്റെ ഇത് കണ്ട. ഇനി എനിക്ക് തോന്നുന്നു മറ്റേ കച്ചാരം വെള്ളച്ചാട്ടത്തിൻ്റെ വെള്ളം ഒഴുകി പോകുന്ന ആ ഭാഗത്തോട്ടായിരിക്കണം. ഇതിലെ വഴിയാണ് കച്ചാരം വാട്ടർഫോൾസിലോട്ട് പോകുന്നത്. നമ്മളവിടെ താഴെ കണ്ട വഴി. ഓ ഇതും കുറേ നടന്നു പോകാനുള്ള. അധികം ദൂരം ഉണ്ടോ സംശയം കേട്ടോ. കാരണം വെച്ചാൽ താഴെ സൗണ്ട്, വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാം, ആളുകളുടെ സൗണ്ട് കേൾക്കാം. ദേ ഇതിലേ അങ്ങോട്ട്. ഓ ഇതിലേ വന്നിരുന്നെങ്കിലും വണ്ടി അധികം കൊണ്ടുവരുന്നത്. വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇതിൽ നടക്കുന്നതിൻ്റെ സ്ട്രഗിളേ ഉള്ളായിരുന്നു. മറ്റേതിരെ നടക്കുന്നതും തള്ളുന്നതും അല്ല ചവിട്ടി വണ്ടി ഓടിച്ച് കയറ്റുന്നതൊക്കെ ഏകദേശം നല്ല എഫേർട്ട് വേണ്ടി വന്നു. കുറച്ച് വന്നപ്പോഴത്തേക്ക് കുറച്ച് ജീപ്പ് കിടക്കുന്നതുകൊണ്ടാണ് നോട്ട് ചെയ്ത്. ഞാൻ മാപ്പിനകത്ത് കണ്ടായിരുന്നു മറയൂർ ജാഗറി, മറയൂർ ശർക്കര കരിമ്പിൻ ജ്യൂസ് ശർക്കര പാനി ശർക്കര മിഠായി വിസിറ്റിംഗ് ഫ്രീ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് കയറാം. കരിമ്പൊക്കെ വിളിച്ചേക്കുണ്ട്. നോക്കിയാൽ അവിടെ കരിമ്പെല്ലാം കൂട്ടിയിട്ടേക്കുന്നത്. ഒരുപാട് ആളുകളുണ്ട്. ഒരുപാടല്ല, അത്യാവശ്യം കുറച്ച് ആളുകളുണ്ട്. കയറി നോക്കട്ടെ. അപ്പോൾ ഇത് ജ്യൂസ് ഉണ്ടാക്കുന്നതാണ്, കരിമ്പ് ജ്യൂസ്. എന്തേ കരിമ്പ് ജ്യൂസ് കുടിച്ചാലൊന്ന് ക്ഷീണം മാറ്റട്ടെ. ഇത് ഈ ആദ്യം കാണുന്ന മെഷീനിൽ നിന്ന് വരുന്നത് നമുക്ക് കുടിക്കാൻ വേണ്ടിയുള്ള കരിമ്പ് ജ്യൂസാണ്. എന്നാലേ പുറകിൽ കാണുന്നത് അതിലെ ജ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അതിങ്ങനെ ഈ ഒരു പൈപ്പ് വഴി ഫിൽട്ടർ ചെയ്തിട്ടാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. ഫിൽട്ടർ ചെയ്തിട്ട് ആ ബിൽഡിങ്ങിൽ അതിൻ്റെ അകത്തൊരു ഡ്രമ്മുണ്ട്. ഈ ഡ്രമ്മിനകത്ത് വന്ന് നിറയും. എന്നിട്ട് ഇവിടുന്ന് വീണ്ടും ഫിൽട്ടർ ചെയ്തിട്ട് ഈ ഒരു വലിയ പാത്രത്തിൽ നിറയും. എന്നിട്ട് ഇതൊരു 3-3.5 മണിക്കൂറോളം ഇട്ട് ഇങ്ങനെ തിളപ്പിക്കും. നല്ലതുപോലെ തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റും. എന്നിട്ടാണ് ഇവിടുന്നാണ് ഈ ഒരു ഫോമിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുന്നത്. പിന്നീട് ഇപ്പുറത്ത് പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇത് പല രീതിയിലൊക്കെ ആക്കിയിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ശർക്കര ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു പ്രോസസ്സിങ്. ഇത് കണ്ടില്ലേ കരിമ്പ്. അപ്പോൾ ഇവിടെയും ശർക്കര ഫാക്ടറിയാണ്. പക്ഷേ ഇവിടെ കയറിയാൽ മതിയായിരുന്നു. ഇവിടെ ആയിരുന്നെങ്കിലേ അപ്പുറത്ത് നല്ലത് അല്ലാത്തതുകൊണ്ടല്ലേ, അവിടെ ഭയങ്കര തിരക്കായിരുന്നു, ഭയങ്കര സൗണ്ടും. അപ്പോൾ അവിടെ പല ടൈപ്പ് ശർക്കരകളുണ്ട്. ചുക്ക് ശർക്കര, ചോക്ലേറ്റ് ശർക്കര, മസാല ശർക്കര, അങ്ങനെ ഒരുപാട് ടൈപ്പുണ്ട്. പല വിലയാണ്, 80, 120. ചോക്ലേറ്റ് ശർക്കരയ്ക്ക് 200 രൂപ കിലോ. ഞാനൊന്നും മേടിച്ചില്ല. ചോക്ലേറ്റ് ശർക്കര ഇച്ചിരി മേടിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ബാഗ് ഫുള്ളായി, നല്ല വെയിറ്റുമായി. ഇനി നമുക്ക് പോകാനുള്ള കുറച്ച്. നമ്മൾ കുറേ ഫ്രണ്ടിലോട്ട് വരാൻ നേരത്ത് ഒരു ചെക്ക് പോസ്റ്റ് കാണാം. അപ്പോൾ ചെക്ക് പോസ്റ്റ് അവിടുന്ന് റൈറ്റിലോട്ടൊരു റോഡുണ്ട്, ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസ് എന്നൊരു ബോർഡ് കാണാം. അപ്പോൾ അവിടുന്ന് 2.5 കിലോമീറ്റർ പോകണം. പക്ഷേ ഞാൻ നേരെയാണ് പോകുന്നത്. നേരെ പോകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മുനിയറയുണ്ട്,
പിന്നെ മുനിയറ ആനക്കൊട്ടപ്പാറ അങ്ങനെ എന്തോ പറഞ്ഞൊരു പാർക്കുണ്ട്. അപ്പം അതിലേ കയറിയാണ് ഞാൻ പോകുന്നത്. കാരണം ഇന്നലെ ഇതിൽ വരുന്ന വഴിക്ക് ഇതൊക്കെ മിസ്സായിരുന്നു, ഭയങ്കര കോടയായിരുന്നു ഇവിടെയൊക്കെ. അപ്പോൾ ഇതിലേ പോകണമെങ്കിൽ നമുക്ക് ഈ മുനിയറ കണ്ടിട്ട് നേരെ കോവിൽക്കടവ് ടൗണിൽ ചെന്നിട്ട് അവിടുന്ന് പിന്നെയും നമുക്ക് ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസ് പോകണം. ഇതാകുമ്പോഴത്തേക്കും മറ്റേ ചെക്ക് പോസ്റ്റ് എടുത്ത് റൈറ്റ് കയറി കഴിഞ്ഞാൽ ഇരച്ചിൽപ്പാറ വാട്ടർഫാൾസ് കണ്ടിട്ട് തിരിച്ച് കോവിൽക്കടവിലോട്ട് വരാം. അപ്പോൾ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ ഞാനിത് ഇന്നലെ കാണാഞ്ഞുകൊണ്ട് ആനക്കോട്ടപ്പാറ മുനിയറ ഇവിടെ 10 രൂപയാണ് എൻട്രി ഫീസ്. ഞാൻ അങ്ങോട്ട് കയറാൻ പോവുക. ഇതാണ് ആനക്കോട്ടപ്പാറ. എൻട്രി ഫീസ് 10 രൂപയാണ്. അതിവിശാലമായ പാറ നോക്കിയേ, നല്ല രസമുണ്ട്. ഇതിനപ്പുറത്തേക്കൊക്കെ മലനിരകൾ കാണാം. നമ്മൾ വന്ന വഴി അതാണ്. ഇതവിടെ ഇതാ കാണുന്ന മല കണ്ടോ, ആ മല. അവിടെ ഒരു മുരുകൻ ക്ഷേത്രം ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റും, വണ്ടി പോകത്തില്ല. വണ്ടി പകുതി വരെ അങ്ങോട്ട് ചെന്നിട്ട് പിന്നെ നമ്മൾ നടക്കണം. പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ കുറേ വണ്ടി ഓടിച്ച് അതുപോലെ അത് അങ്ങോട്ട് പോകണം. അത് കുറച്ച് പിന്നെ ഇവിടെ ഒരു ശ്രീരാമ ക്ഷേത്രമുണ്ട്. എനിക്ക് ആ കാണുന്നതായിരിക്കണം തോന്നുന്നു. പോയി നോക്കാം. ഇതാണ് ആ ശ്രീരാമ ക്ഷേത്രം. ഇതിൻ്റെ ഫ്രണ്ടിലോട്ടുള്ള വ്യൂ ഇതാണ്. അതെനിക്ക് തോന്നുന്നു കോവിൽക്കടവ് വല്ലതും ആയിരിക്കണം. ഇവിടുന്ന് അധികം ദൂരമില്ലെന്ന് തോന്നുന്നു. താഴെ നമുക്ക് പോകേണ്ട ആ റോഡൊക്കെ കാണാം. കണ്ട വണ്ടികൾ പോകുന്നു നോക്കി. ഇവിടെ ഒരു ഡേഞ്ചറസ് കർവുണ്ട്, നമുക്ക് എന്തായാലും അതിലേ പോകേണ്ട കാണിക്കാതെ. പിന്നെ അവിടെ ഒരു കുരിശ് വെച്ചേക്കുന്നത്, എനിക്ക് തോന്നുന്നു ആ പയ്യനിരിക്കുന്ന അതാണെന്ന് തോന്നുന്നു മുനിയറ. നമുക്ക് പോയി നോക്കാം അങ്ങോട്ട്. അത് നല്ലൊരു ഫ്രെയിമല്ലേ ആ പയ്യനിരിക്കുന്നത്, ആ പാറയൊക്കെ നല്ല രസമുണ്ട് ആ പാറ കാണാൻ. പക്ഷെ മുനിയറയിലേക്കുള്ള വഴി അവിടെ അല്ലേ. ഞാനോർത്ത് അത് മുനിയറ ആയിരിക്കും എന്ന് വിചാരിച്ച്. പിന്നെ ഫ്രണ്ടിലോട്ട് പോകണം. അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട്. ഇത് കണ്ട, നമ്മളിപ്പോൾ അവിടെ കണ്ട ആ ഒരു പാറ ഏകദേശം ഇതുപോലെ തന്നെ. ഇത് കണ്ട പാറ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു പാറ വെച്ചിട്ട് ഒരു ഹൈഡ് ഔട്ട് പോലെ. കൊള്ളാം കേട്ടോ. ഇത് ഇതിൻ്റെ കിളിവാതിൽ പോലെ. ഇത് കറക്റ്റ് അറിയില്ല. അവിടെ കൗണ്ടർ ചെയ്യുന്ന അവർ പറഞ്ഞത് പണ്ട് പാണ്ഡവർ ഒളിച്ച് താമസിച്ചിരുന്നതെന്നാണ് അവർ പറയുന്നത്. ഇത് ഇങ്ങോട്ട് പിന്നെ വഴിയുണ്ടല്ലോ. ഇത് വേറെയും മുനിയറ ഉണ്ടെന്നായിട്ടാണ് പടത്തിൽ കാണിച്ചേക്കുന്നത്. എൻ്റെ അമ്മ, ഇവിടെ മറ്റേ മനുഷ്യരെ കാണുന്നില്ലല്ലോ. ഇത് ഇവിടെയൊക്കെ പാറയൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്നത് കാണാം. ഇതൊക്കെ പക്ഷെ ചെറുതാണ്. നമ്മൾ ആദ്യം കണ്ടത് നല്ല ക്ലീൻ. ഇതൊന്നും അതിൻ്റെ ആയിരിക്കത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഇതൊക്കെ നശിച്ചതായിരിക്കും. എന്തായാലും ഇവിടെ ചെറിയൊരു കാട് പോലെയാണ്. അങ്ങോട്ട് വഴി കാണുന്നു, പക്ഷേ ഒന്നും അറിയത്തില്ല. അങ്ങോട്ട് ആരോ കാര്യങ്ങളൊന്നുമില്ല. അവിടെ മാത്രമേ ആ മുനിയറയുടെ കറക്റ്റ്, ആ മുനിയറ എന്ന് പറഞ്ഞൊരു കറക്റ്റ് ആ ഷേപ്പിൽ കാണുന്ന ഒരെണ്ണം അത് മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി കണ്ട് ഇത് കണ്ട് കല്ലൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അറിയുന്നില്ല, ഇത് ചുമ്മാ പാറ വെച്ചേക്കുന്നത്. ഒന്നെങ്കിലും ഇതൊക്കെ നശിച്ചതായിരിക്കും. പിന്നെ ഈ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് അവർ പറഞ്ഞത് പാണ്ഡവർ ഒളിച്ച് താമസിച്ചെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ മുനിയറയുടെ ഫ്രണ്ടിലായിട്ടൊരു ബോർഡുണ്ട്. അപ്പോൾ അതിനകത്ത് എഴുതിയേക്കുന്നത് പണ്ട് ശിലായുഗത്തിൽ പാണ്ഡ്യന്മാർ പണിയെടുപ്പിച്ചതാണ് എന്നാണ് ആദിവാസികൾ പറയുന്നതെന്ന്. പിന്നെ പറയുന്നത് ആദിമ മനുഷ്യർ മറ്റേ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി ഒളിച്ചിരിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ്. പിന്നെ പറയപ്പെടുന്നത് ഈ മുനിമാർ തപസ്സിരിക്കാൻ വേണ്ടി പണിയെടുപ്പിച്ചാന്നൊക്കെ പറയുന്നു. അങ്ങനെ അവിടെ എഴുതി വച്ചേക്കുന്നത്. ഇത് കണ്ടേ, ഇത് നോക്കിയാൽ നല്ല കട്ടി. ഇതിൻ്റെ ദേഹത്ത് തട്ടിയപ്പെടുത്തേ ഞാൻ വീഴാൻ പോയി. അപ്പോൾ അങ്ങനെയാണ് ഈ മുനിയറയെക്കുറിച്ച് അവിടെ എഴുതി വച്ചേക്കുന്നത്. പിന്നെ ഇതേ മോഡൽ മുനിയറകൾ പഴനി ഭാഗത്തും ഉണ്ടെന്ന്, ഇതേ സെയിം. അതെല്ലാം അവിടെ എഴുതി വച്ചേക്കുന്നതാണ്. ഒറ്റ മനുഷ്യരില്ലല്ലോ. എന്നാലും ഞാനിങ്ങോട്ട് വരാൻ നേരത്ത് കുറച്ച് പേരുണ്ടായിരുന്നു, അവരെല്ലാം തിരിച്ചു പോകുമായിരുന്നു. ഇപ്പം നിലവിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് സൂപ്പറായിട്ടുണ്ട്. ഇത് പെർഫെക്റ്റ്ലി ചെയ്തേക്കുന്ന പോലെ ഉണ്ട്. ഞാനിപ്പോൾ 2 നേരം കണ്ടപ്പോൾ അവരോടും ചോദിച്ചു വേറെ വല്ലതും ഉണ്ടോ വെച്ച് പറഞ്ഞ്. അവരും കണ്ടില്ല, ഇതേ ഉള്ളു. ഒന്നേ നശിച്ചു പോയതായിരിക്കുമല്ല. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇത് നോക്കിയേ. അപ്പോൾ ഇത് മുനിയറ ആയിരുന്നതാണ്. ഇതൊക്കെ നശിച്ചു പോയതായിരിക്കണം. ഇതിൻ്റെ മുകളിൽ പാറ വെച്ചിട്ടുണ്ടായിരുന്നു ആയിരിക്കണം. ഇത് കണ്ടില്ലേ, ആ ഒരു കല്ലിൻ്റെയൊക്കെ ഒരു ഷേപ്പ് നോക്കിയേ. ഇതൊക്കെ ചെത്തി മിനിക്കൊക്കെ എടുക്കുന്നതായിരിക്കുമല്ലോ പഴയ ആൾക്കാർ. ഇതുപോലെ ഇവിടെയൊക്കെ 2-3 നിൽപ്പുണ്ട്. മറ്റേത് മാത്രമേ ഉള്ളൂ ഒരുമാതിരി ഇപ്പം പുതിയ ഇതിൽ മോഡിഫൈ ചെയ്തതൊക്കെ പോലെ തോന്നുന്നത്. ഇവിടെ
ഇവിടെ കിടക്കുന്നതെല്ലാം നശിച്ചു. ഇത് കണ്ടത്, നമുക്കത് ഫ്രണ്ടിൽ നിന്ന് പോയി നോക്കാം. ഇതാ ഇപ്പം കണ്ട മുനിയറ. അപ്പോൾ ഇതൊക്കെ ഇത് തന്നെ. പിന്നെ ആ ബോർഡിനകത്ത് എഴുതിയിട്ടുണ്ട് പണ്ടത്തെ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ട് എന്തോ മൺചട്ടിയാണ്, അതിൻ്റെ അകത്ത് പഴയ കാലത്തുള്ള ആഭരണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ. സ്വർണ്ണം ഒന്നും ആയിരിക്കത്തില്ലായിരിക്കും, എന്തോ പഴയ ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ആഭരണം. ഇതെല്ലാം ഉണ്ട് നശിച്ച് കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അതേ മുനിയറ കണ്ടിറങ്ങി. ഇത് നല്ല കിടിലൻ റോഡാട്ടോ. ഇന്നലെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ ആ മഞ്ഞിൽ ഇത് വന്ന കാരണം ഇവിടെ ഒന്നും നിർത്താൻ പറ്റില്ല. ഇതിപ്പോൾ ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ആ മുനിയറ പാറയുടെ മുനിയറ അങ്ങോട്ട് പോയതിൻ്റെ അവിടുന്ന് കണ്ട വ്യൂ തന്നെയാണ്. പക്ഷേ ഈ റോഡേ നമ്മൾ അങ്ങോട്ട് കയറില്ലെങ്കിൽ ഇവിടെ നല്ല ഈ വ്യൂ കാണാൻ പറ്റും. ഒരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കർവാണ് ഇത് കണ്ടല്ലോ. ഈ വളവ് നല്ല രസമില്ലേ, വണ്ടി ബൈക്ക് പ്രത്യേകിച്ച് റൈഡേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് റോഡാണ് ഇതൊക്കെ, ഇങ്ങനത്തെ ഹെയർ പിന്നുള്ള. ഇത് പക്ഷേ 1-2 കണ്ടേ ഉള്ളെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടുന്ന് നല്ല വ്യൂ ആണ്. ഇത് നമ്മൾ വന്ന വഴി അതാണ്. ഇത് ഈ കാണുന്നതാണ് ഇരച്ചിൽ പാറ. ഇത് നല്ല സൂപ്പർ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്തത്. നമുക്കിതിന് നോക്കാമെങ്കിലേ നമ്മുടെ മഴവില്ല് കാണാം. ഇതിങ്ങനെ കറക്റ്റ് എങ്ങനെ അറിയാം, ഒരു വെള്ളച്ചാട്ടം നമ്മൾ സാധാരണ കാണുന്ന കുത്തൊലിച്ചുള്ള വെള്ളച്ചാട്ടമല്ല ഇത്. ഷവറില്ലേ, ഒരു നാച്ചുറൽ ഷവർ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ വീഴുന്നത്, സ്പ്രേ ചെയ്ത് വിടുന്ന പോലെ. രക്ഷയില്ല കേട്ടോ, ഇത് സൂപ്പറായിട്ടുണ്ട്. ഇതാണ് ആ വെള്ളം ഒലിച്ച് പോകുന്നത്. പക്ഷെ ഇവിടെ വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇത് കണ്ട ഇപ്പുറ സൈഡിൽ ഇവിടെ നല്ല അത് നല്ല കുത്തൊലിച്ച് നല്ല പാലൊഴുകുന്ന പോലെ പത കണ്ടില്ലേ, അതുപോലെ ഇങ്ങനെ വെള്ളച്ചാട്ടമാണ്. അത് നമ്മൾ വരുന്ന വഴിക്ക് അവിടെ നമുക്ക് ആ വ്യൂ കാണാമായിരുന്നു നമുക്ക്. ഞാൻ പക്ഷെ അവിടെ നിർത്തിയില്ല. നേരത്തെ ഇങ്ങോട്ട് വരുമ്പോഴേ ഇവിടെ വ്യൂ പോയിൻ്റ് ആയിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ അവിടെ അങ്ങ് നിർത്തില്ല. അത് ഞാൻ തിരിച്ചു പോകുമ്പോൾ കാണിച്ചു തരാം. അവിടെ ഇവിടെ ബാക്കിലുള്ള കാഴ്ച ഇത്. ഇവിടെയൊക്കെ ഷെഡും കെട്ടിടങ്ങളൊക്കെ കാണാം. എന്തോ സംഭവം എന്ന് അറിയത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മഴവില്ലെന്ന്. ഇത് നോക്കിയേ, നല്ല സൂപ്പറായിട്ട് കാണാമല്ലേ. എന്താ ഭംഗി. ഞാൻ ജസ്റ്റ് അതിങ്ങോട്ട് നമുക്കിവിടെ ഇറങ്ങി നിൽക്കാൻ സ്ഥലമുണ്ട്. ജസ്റ്റ് ഇങ്ങോട്ട് കാണാം. വെള്ളം അങ്ങനെ ഭയങ്കരമായിട്ട് ഒഴുകുന്നില്ല എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള രീതിയിൽ. ഇവിടെ പാറയിലിത് ഇവിടെയൊക്കെ നമുക്ക് ഇറങ്ങി നിൽക്കാം. ഇത് നല്ല സൂപ്പർ ഫ്രെയിം അല്ലേ. രക്ഷയില്ല. ഇതാ ഇപ്പം നമ്മളവിടെ കണ്ട വെള്ളച്ചാട്ടം. ഇതിപ്പോൾ ഞാൻ അങ്ങോട്ട് ഇപ്പോൾ കണ്ടായിരുന്നു. ഞാൻ പിന്നെ നിർത്തിയില്ല, അവിടെ പോയി നിർത്താമെന്ന് വിചാരിച്ചായിരുന്നു. ഇത് കണ്ട, ഇത് അവിടെ ഉണ്ട്. ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാം. പക്ഷെ ഇവിടെ ഒന്ന് ആലോചിക്കുക, മഴയൊക്കെ പോയി നല്ല ഇതാണ്, കണ്ടാൽ തന്നെ പേടി വരത്തില്ലേ. ആ ഒരു ഡീപ്പ് ഇത് കണ്ട, ആ ഡെപ്ത് കണ്ട. പക്ഷെ നമ്മളിപ്പം വെള്ളം ഉള്ളപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല. ഇപ്പം എന്തേ നോക്കിയേ, എന്താ ആഴത്തിൽ. ഇതാ ഞാൻ പറഞ്ഞു, നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേ നമ്മൾ സൈഡിൽ നിൽക്കുന്നത് നല്ലോണം കാണാം. നല്ലോണം നല്ല വ്യൂ ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ഇതിന് പിന്നിലൊരു നല്ലൊരു കിടിലൻ സസ്പെൻസ് ഉണ്ടെന്നുള്ള രീതിയിലുള്ളൊരു വ്യൂ ആണ് ഇവിടെ. ഇവിടെ ഈ ഇതൊക്കെ കൊണ്ട് മറിഞ്ഞിരിക്കുക. പക്ഷെ എന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഒരു സസ്പെൻസ് എന്നുള്ള രീതിയിൽ അവിടെ എന്തോ ഉണ്ട് എന്നുള്ള രീതിയിൽ കാണുന്ന രീതിയിലുള്ളൊരു വ്യൂ ആണ് ഇവിടെ. നമ്മളിപ്പോൾ മൂന്നാർ പോവാണ്. നേരെ പോവുകയാണെങ്കിൽ മറയൂർ, ലെഫ്റ്റ് ആണ് നമ്മൾ മറയൂർ പോകാതെ മൂന്നാർ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നത് ആ വഴിയും മറയൂർ വഴി, തിരിച്ച് പോകുന്നത് ഈ വഴി സഹായഗിരി ഹോസ്പിറ്റൽ അതിനോട് ചേർന്നുള്ള ലെഫ്റ്റിലോട്ട് കിടക്കുന്ന റോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മൂന്നാർ ചെന്ന് ചേരാം. അപ്പോൾ ഈ പോകുന്ന വഴിക്കും ഇതുപോലെ കരിമ്പിൻ തോട്ടവും പിന്നെ ചന്ദനത്തോട്ടം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഈ വഴിയിലെങ്കിലും കാട്ടുപോത്തിനെ കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. ഈ വഴി വന്നപ്പോഴും ചന്ദനമരങ്ങളാണ്. അപ്പോൾ ഈ വഴി വന്നപ്പോൾ നമുക്ക് ഇന്നലെ മറയൂർ വഴി വന്നപ്പം കിട്ടാത്തൊരു ഭാഗ്യത ഇവിടെ കിട്ടിയിട്ടുണ്ട്. പുള്ളിമാൻ കണ്ടോ? ആഹാ, ഭയങ്കര സന്തോഷം തോന്നുന്നു. പക്ഷേ അങ്ങോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല. കയറിയാൽ തന്നെ അമ്മ ഓടിക്കളെ. അതെന്തായാലും ഒരു ഭാഗ്യമായി കേട്ടെ. ഇവിടെ നമ്മൾ ആ അപ്പുറത്ത് കണ്ട പോലെ തന്നെ ചന്ദനമരങ്ങളാണ് മൊത്തം ചന്ദനമരങ്ങൾ. ഇതിനിടയ്ക്കായിട്ട് നമ്മുടെ പുള്ളിമാൻ. ഒരു കാട്ടുപോത്തിനും കൂടി എവിടെയെങ്കിലും കണ്ടാൽ മതി. പക്ഷേ ഈ പുള്ളിമാൻ കുറച്ചുകൂടി ഒരു അടുത്തായിട്ടായിരുന്നു. കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും കാണാൻ പറ്റിയല്ലോ. ഈ റൂട്ട് വന്ന് എന്തായാലും ഒരു ഭാഗ്യം കേട്ടത്. ഞാനിപ്പം അവിടെ മാനിനെ കണ്ടത് കൂടാതെ വേറെ 1-2 സ്ഥലത്തൊക്കെ കണ്ട് മാനെ. പക്ഷെ അതെല്ലാം മുകളിലായിട്ടാണ്, അപ്പം ക്ലിയറായിട്ട് കാണാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഇത് ഇവിടെ നോക്കിയേ, ഇത് അവിടെ മാനുണ്ട്, ഇവിടെ ഒരു കൂട്ടം മാൻ. എന്നെ 1-2 പേര് നോക്കുന്നില്ല. എനിക്ക് വന്ന ബൈക്കിൻ്റെ സൗണ്ട് കേട്ടിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ പക്ഷെ കുറച്ചങ്ങോട്ട് മാറ്റിയാണ് നിർത്തിയത്. ഇത് കണ്ട
ഭാഗ്യം. ഇവിടെ കുറേ സ്ഥലത്ത് ഞാൻ കണ്ടത്. ഈ ഏരിയയിൽ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ, അങ്ങോട്ടൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ മൂന്നാർ റോഡിൽ കയറി, അപ്പോൾ മൂന്നാറിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ഒരു വെള്ളച്ചാട്ടം കണ്ടു. ഞാനത് ഇന്നലെ കണ്ടായിരുന്ന ഒരു സംശയം, ഇതുപോലെ വെള്ളവിൻ്റെ അവിടെ ഞാൻ നിർത്തിയായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ടാണോ ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ ആ വെള്ളം ഒഴുകുന്നുണ്ട്, നല്ല രസമുണ്ട്. അതിൻ്റെ ആ മുകളിൽ തൊട്ട് മുകളിലോട്ട് നല്ല കോടയും താഴെ ആ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ടില്ലേ, എന്ത് രസമല്ല. ദൂരെ നിന്ന് കാണുമ്പോഴത്തേക്ക് ആ ഒരു വിഷ്വൽ ട്രീറ്റ് കണ്ടില്ലേ, കറുപ്പും അതിൻ്റെ അടുത്തൊരു വെള്ളം ഇങ്ങനെ ഒഴുകി വീഴുന്നത്, നല്ല രസമാണ് കാണാൻ. ഇന്നലെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കോട കാരണം മിസ്സായ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ നമ്മുടെ മറയൂർ കാന്തല്ലൂർ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. കാരണം ഇതേ മൂന്നാർ എത്തിയിട്ടില്ല, എത്താറാണ് ഒരു 10-15 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോഴേ കോട ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ മിസ്സായ കുറച്ച് സ്ഥലങ്ങളിൽ വീണ്ടും എത്തിയതാണ്. അതിൽ കുറച്ചൊക്കെ കിട്ടി, പക്ഷെ കുറച്ച് പിന്നെ ഇവിടെ കോടയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ നല്ല വിഷ്വൽസ് ആയിരുന്നു, നല്ല തേയിലത്തോട്ടത്തിനൊക്കെ. പക്ഷേ എന്ത് ചെയ്യുക, നല്ല ഉഗ്രം കോട ഇറങ്ങിയൊക്കെയാണ്. പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടന്നത്. എന്നാലും നമ്മൾ കാണേണ്ട കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്ലാൻ ചെയ്തറിയാൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ നേരെ മൂന്നാർ ടു മറയൂർ കാന്തല്ലൂർ വീഡിയോ, പിന്നെ അത് കഴിഞ്ഞ് അവിടെ എക്സ്പ്ലോർ ചെയ്ത രണ്ട് വീഡിയോ എന്നുള്ള രീതിയിലായിരുന്നു പ്ലാൻ. അപ്പോൾ എന്തായാലും രണ്ടും കൂടി ഒരുമിച്ച് അത്യാവശ്യം നല്ല ലെങ്തിയുള്ള വീഡിയോ ആയിരിക്കും. പക്ഷേ നമ്മൾ പോകേണ്ട കാഴ്ചകളെല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിലെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മറയൂർ കാന്തല്ലൂർ എക്സ്പ്ലോറിങ് വീഡിയോ നിങ്ങൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ.